ഹലോ, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ഏതാ അടുത്ത ചാപ്റ്റർ? ബയോമോളിക്യൂൾസ് ആണ് ഇനി അടുത്ത് പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് അനലിറ്റിക്കൽ കെമിസ്ട്രി, അതിനുശേഷം ഹെമിൻ സാർ വരുന്നുണ്ട്. അപ്പോൾ രാവിലെ 8 മണി മുതൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ റെപ്രസെൻറ്റ്സ് അനോമേഴ്സ്? ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആരാണ് അനോമർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പേരാണ് അനോമേഴ്സ്? അപ്പം നിങ്ങൾക്ക് 2 ടൈപ്പ് സബ്സ്റ്റൻസുകളാണ് തരാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് ആൾഡോസസ്, രണ്ടാമത്തെ ടൈപ്പ് കീറ്റോസസ്. എന്താ ഈ ആൾഡോസസിൻ്റെയും കീറ്റോസസിൻ്റെയും പ്രത്യേകത? ആൾഡോസുകളിൽ C1 കാർബൺ, ഒന്നാമത്തെ കാർബണിനെയാണ് നമ്മൾ അനോമറിക് കാർബൺ എന്ന് വിളിക്കുക. കീറ്റോസുകളുടെ പ്രത്യേകത, അവിടെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ആണ്. അപ്പോൾ രണ്ടാമത്തെ കാർബൺ ആണ് അവിടെ എന്തോന്ന് അനോമറിക് കാർബൺ. അപ്പോൾ എന്താണ് അനോമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനോമേഴ്സ് എന്ന് പറയുന്നത് ഐസോമേഴ്സ് ആണ്. they differ in configuration around the anomeric carbon. അപ്പോൾ ആൾഡോസ് ആണെങ്കിൽ C1ലെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ C1 അനോമേഴ്സ് എന്ന് വിളിക്കും. കീറ്റോസ് ആണെങ്കിൽ C2ലെ കോൺഫിഗറേഷൻ മാത്രം ചേഞ്ച് ചെയ്താൽ നമ്മൾ അവരെ C2 അനോമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇയാളൊന്ന് നോക്കിയേ മക്കളെ. ഇത് CHO ആണ്. അപ്പോൾ ഇത് ആൽഡിഹൈഡ് ആണ്. ഇത് കാർബൺ നമ്പർ 1, ഇത് കാർബൺ നമ്പർ 2. ആ 2വിൽ ലെഫ്റ്റിൽ Hഉം റൈറ്റിൽ OHഉം ആണ്. ഇവിടെ കാർബൺ നമ്പർ 2വിൽ റൈറ്റിൽ Hഉം ലെഫ്റ്റിൽ OHഉം ആണ്. അപ്പോൾ 2ലെ കോൺഫിഗറേഷൻ ഡിഫറൻ്റ് ആണ്. 2ലെ കോൺഫിഗറേഷൻ ഡിഫറൻ്റ് ആണെന്ന് കരുതി ആ നിമിഷം തന്നെ ആൻസർ ബബിൾ ചെയ്ത് പോകരുത്. ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് എല്ലാം സെയിം ആണോ എന്നുകൂടെ ചെക്ക് ചെയ്യണം. ഇവിടെ OH സെയിം ആണ്, HOH സെയിം ആണ്, HOH സെയിം ആണ്, CH2OH ഇത് സെയിം ആണ്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻസും തോന്നുന്നില്ല. എന്താ എനിക്ക് കൺഫ്യൂഷൻ തോന്നാത്തത്? യെസ്, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദീസ് 2 ആർ അനോമേഴ്സ്. അവർ ഐസോമേഴ്സ് ആണ്, അതോടൊപ്പം ഇതും കൂടെ ആണ്. ഓപ്ഷൻ സി ഒക്കെ ബബിൾ വരുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അടുത്തത് ഇവിടെ നോക്കിക്കോ, C1 C2. ഓക്കെ, C1 C2. CH2OH എന്തെങ്കിലും പ്രശ്നമുണ്ടോ? CH2OH, HOH, OHH, പിന്നെ ഇത് മാത്രം വ്യത്യാസം. നമുക്ക് നോക്കാം എന്തായാലും. ഇത് CH2OH, CH2OH. ഓക്കെ, ഇത് സെയിം ആണ്. ഇത് സെയിം ആണ്, പക്ഷെ ഇത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ആളിനെ വിട്ടു. കാരണം ഇതാണ് ഏത് കാർബൺ? C2 കാർബൺ. ഓക്കെ, ഹോസ്റ്റൽ നിൽക്കുന്ന ഒരു മിനിറ്റ്. ഇത് ആൾഡോസ് ആണ്. ഒറ്റ മിനിറ്റ്, ഇത് ആൾഡോസ് ആണ്. സോറി കേട്ടോ. ആൾഡോസുകളുടെ പ്രത്യേകത എന്താ? ആൾഡോസുകളിലെ C1 കാർബൺ ആണ് നമ്മൾ നോക്കേണ്ടത്. ആക്ച്വലി ഇത് ആൾഡോസിലെ C2ലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പിമർ എന്നാണ് വിളിക്കുക, അനോമേഴ്സ് അല്ല. നിങ്ങൾ പറഞ്ഞത് C ഓപ്ഷൻ ബബിൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, 2 അല്ല നമുക്കറിയാം. ഇനി നോക്കൂ, ഇതൊരു നമുക്ക് സൈക്കിൾ ഹെമി അസെറ്റാൽ ഫോം ആണ്. ഈ കാണുന്നതാണ് കാർബൺ നമ്പർ 1 അല്ലേ? കാർബൺ നമ്പർ 1 ഇതാണ്. ഇത് കാർബൺ നമ്പർ 2, 3, 4, 5 ആണ്. ഓക്കെ, ഇനി കാർബൺ നമ്പർ 1ൽ OH റൈറ്റ് സൈഡിലാണ്. ഇവിടെ കാർബൺ നമ്പർ 1ൽ OH ലെഫ്റ്റ് സൈഡിലാണ്. OH റൈറ്റിൽ വന്നാൽ നമ്മൾ ആൽഫ എന്നും ലെഫ്റ്റിൽ വന്നാൽ നമ്മൾ ബീറ്റ എന്നും വിളിക്കും. ബാക്കി കോൺഫിഗറേഷൻ പെർഫെക്റ്റ്ലി കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ദിസ് ഈസ് ആൽഫ, ദിസ് ഈസ് ബീറ്റ. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിൽ നമ്മൾ നോക്കിയാൽ ഇവിടെ CH2OH ഇത് സെയിം ആണ്, ഇത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവർ അനോമർ അല്ല, എപ്പിമേഴ്സ് ആണ്. ഓക്കെ, ശരി. ഓപ്ഷൻ സി 1ൽ ചേഞ്ച്. ഓക്കെ, ഓപ്ഷൻ സി അതാണ് ഓപ്ഷൻ സി ആണ് മക്കളെ. ഇത് തന്നെയാണ്, അത് ചേഞ്ച് ഇല്ല. ഓക്കെ, ഗായത്രി. ശരി, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സെല്ലുലോസ്? ഓക്കെ, സെല്ലുലോസ് ഒരു ലീനിയർ പോളിമർ ആണ്, βD ഗ്ലൂക്കോസ് യൂണിറ്റിന്റെ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർച്ചും സെല്ലുലോസും അറിയാമായിരിക്കും. സ്റ്റാർച്ചിന്റെ മോണോസാക്കറൈഡുകൾ ആൽഫ D+ ഗ്ലൂക്കോസ് ആണെങ്കിൽ ഈ പറയുന്ന ആരാണ്? സെല്ലുലോസ്. അയാളുടേത് βD ഗ്ലൂക്കോസ് ആണ്. മറ്റേ ആൽഫ D ഗ്ലൂക്കോസ്, ഇത് βD ഗ്ലൂക്കോസ്. ഇനി സ്റ്റാർച്ച് തന്നെ 2 ടൈപ്പ് ഉണ്ടാവും.
അമൈലോസും അമൈലോപെക്റ്റിനും. അമൈലോസ് ലീനിയർ ആണെന്നും അമൈലോപെക്റ്റിൻ ബ്രാഞ്ചഡ് ആണെന്നും നിങ്ങൾ പഠിച്ചു. അമൈലോസിന്റെ പ്രത്യേകത എന്താ? അമൈലോസ് ലീനിയർ ആണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ C1C4 അല്ലെ, C1C4 ആൽഫ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചു. അതുപോലെ C1C6 കൂടെ ബ്രാഞ്ചായിട്ട് എവിടെയുണ്ട്? അമൈലോപെക്റ്റിനിലുണ്ട്. എന്നാൽ സെല്ലുലോസിന്റെ പ്രത്യേകത, സെല്ലുലോസ് ലീനിയർ പോളിമറാണ്. അവിടെ C1C4 ലിങ്കേജ് മാത്രമാണുള്ളത്. ഓക്കെ, ഗായത്രി, എപ്പിമേഴ്സും അനോമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോമറി കാർബണിൽ അല്ലാതെ വേറെ ഏത് കാർബണിൽ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്താലും അവരെ നമ്മൾ അനോമേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ അനോമറി കാർബൺ എന്ന് പറഞ്ഞാൽ ആൾഡോസുകൾ C1 ആണ്, കീറ്റോസിൽ C2 ആണ്. അവർ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, പകരം C2 അല്ലെങ്കിൽ C3 C4 ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ എപ്പിമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, എപ്പിമേഴ്സ് നമ്മുടെ സിലബസിൽ NCERT പറയുന്നില്ല. അതുകൊണ്ട് അനോമേഴ്സ് ആണ് NCERT പറയുന്നതുകൊണ്ട് എക്സാം ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് തിരിച്ചു വരാം. ഇത് ലീനിയർ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് എ ബ്രാഞ്ചഡ് പോളിമർ ഓഫ് ബീറ്റാ ഡി ഗ്ലൂക്കോസ് അല്ലേ? അല്ല. അപ്പൊ ഇത് തെറ്റാണല്ലോ. അതുപോലെ അവിടെ ഏതാ ലിങ്കേജ്? C1C4 ആൽഫ ഗ്ലൈക്കോസിഡ് ബീറ്റാ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ബീറ്റാ ഡി ഗ്ലൂക്കോസും അതുകൊണ്ടാണ് അത് ബീറ്റാ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആയത്. സോ 1ഉം 3ഉം ആണ് ഇവിടെ കറക്റ്റ്. സോ ബോത്ത് 1 and 3 ആർ കറക്റ്റ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. നല്ലവണ്ണം പഠിച്ച ആൾക്കാരുണ്ട്. ഓപ്ഷൻ 2 എല്ലാം ബബിൾ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ആപ്പ് വർക്ക് ആവുന്നില്ല. ഓക്കെ, ശരി, ആയിക്കോട്ടെ. റിഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ബൈ HI ആൻഡ് റെഡ് ഫോസ്ഫറസ് ദാറ്റ് ദെയർ ഈസ്. ഓക്കെ മക്കളെ, ഗ്ലൂക്കോസിൻ്റെ കുറച്ച് റിയാക്ഷൻസ് നമ്മുടെ NCERT ബുക്കിലുണ്ട്. ആ റിയാക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങളോട് എക്സാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗ്ലൂക്കോസിനെ HIയും റെഡ് ഫോസ്ഫറസും കൂടെ കൂട്ടിച്ചേർത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് N-ഹെക്സേൻ ആയിട്ട് മാറും. N-ഹെക്സേൻ. അതിൻ്റെ മീനിങ് അതിനകത്ത് 6 കാർബൺ ആറ്റം ഉണ്ടെന്നും ആ 6 കാർബൺ ആറ്റവും ലിങ്ക് ചെയ്തിരിക്കുന്നത് ലീനിയർ ആയിട്ട് ഒന്നാണ്. ലീനിയർ ആയിട്ടല്ലെങ്കിൽ N-ഹെക്സേൻ കിട്ടുന്നതിന് പകരം ഏതെങ്കിലും ബ്രാഞ്ചഡ് ഹെക്സേൻ കിട്ടിയേനെ. പക്ഷേ ഇതെന്താണ്? N-ഹെക്സേൻ ആണ്. അപ്പോൾ എന്താ മനസ്സിലാക്കുക? ദ റിഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ബൈ HI and red phosphorus proves that the 6 carbon atoms in glucose arranged in straight chain അല്ലെങ്കിൽ arranged linearly. Option 4. Okay, very good. അക്ഷയ, സനീഷ, അസ്ന, ഹെർക്കുലീസ്. ഓക്കെ, അസ്ന, ഹെർക്കുലീസ് നേരത്തെ ഇവിടെ പെടാം മക്കളെ, അതിനെ കണ്ടില്ലായിരുന്നല്ലോ. ഫർഹ, അപർണ, ഓക്കെ, ജോഷ്ന, നിക്കിത. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഞാൻ പുതിയതായിട്ട് കാണുവാണല്ലോ. സോ 6 കാർബൺ ആറ്റംസ് ഇൻ ഗ്ലൂക്കോസ് അറേഞ്ച്ഡ് ഇൻ സ്ട്രേറ്റ് ചെയിൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബോഹൈഡ്രേറ്റ്സ് ആർ ബ്രാഞ്ചഡ് പോളിമർ ഓഫ് ഗ്ലൂക്കോസ്? എന്ത് എളുപ്പമാണ്. അമൈലോസ് ബ്രാഞ്ചഡ് ആണെന്ന് അല്പം മുമ്പേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോറി, ലീനിയർ ആണ്. അമൈലോസ് ഈസ് ലീനിയർ. അമൈലോപെക്റ്റിൻ ആണ് ബ്രാഞ്ചഡ്. അമൈലോസ് ലീനിയർ, അമൈലോപെക്റ്റിൻ ബ്രാഞ്ചഡ്. സോ അമൈലോപെക്റ്റിൻ എന്ന് പറയുന്ന ആള് ബ്രാഞ്ചഡ് ആണ്. സോ നെക്സ്റ്റ് ഈസ് സെല്ലുലോസ് ആണ്. സെല്ലുലോസ് ലീനിയർ ആണെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ സെല്ലുലോസ് ഇതിൻ്റെ ആൻസറിൽ വരത്തില്ല. അടുത്തത് ഗ്ലൈക്കോജൻ ഹൈലി ബ്രാഞ്ചഡ് അമൈലോപെക്റ്റിനെയാണ് നമ്മൾ ഗ്ലൈക്കോജൻ എന്ന് പറയാറ്. സോ ഗ്ലൈക്കോജനും ബ്രാഞ്ചഡ് ആണ്. സോ 2 and 4 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ 2 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്നടാ. ഓക്കെ, ശരിയടാ. And the next question, which of the following alpha amino acid is not optically active? ഈ ക്വസ്റ്റ്യൻ എക്സാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയുന്നത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, വേഗം പറഞ്ഞേ. ഹെർക്കുലീസ് ഓപ്ഷൻ 2 പറഞ്ഞിട്ടുണ്ട്. ഗ്ലൈസിൻ, വെരി ഗുഡ്. ഓക്കെ, ഗ്ലൈസിൻ അല്ലേ. ഗ്ലൈസിൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, നമ്മൾ പഠിച്ച എന്താണ് പ്രോട്ടീൻ സിന്തസിന് ഉപയോഗിക്കുന്ന 20 ആൽഫ അമിനോ ആസിഡുകളിൽ ഗ്ലൈസിൻ്റെ പ്രത്യേകത NH2 ഉണ്ട്, COOH ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ഇതാണ്. അപ്പോൾ ഇതിനകത്തെ പ്രത്യേകത എന്താ? ഈ കാർബൺ കൈറൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാർബൺ കൈറൽ അല്ല. കൈറൽ ആകണമെങ്കിൽ ആ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന 4 പേരും എന്തായിരിക്കണം? ഡിഫറൻ്റ് ആയിരിക്കണം. ഇവിടെ പക്ഷേ ഹൈഡ്രജൻ ആണ്. ഈ ഹൈഡ്രജന് പകരം ബാക്കി 19 ആൽഫ അമിനോ ആസിഡുകളിലും 6 എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ജിഷ കറക്റ്റാണ്. ഗ്ലൈസിൻ ഈസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് വിച്ച് ഈസ് ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ ഡൈപെപ്റ്റൈഡ്. ആ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും NCERT ബുക്കിൽ നിന്ന് എടുത്തതാണ്. ഈ ഡൈപെപ്റ്റൈഡിൻ്റെ പേരെന്താണ്? 2 അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് അവിടെ ഒരു പെപ്റ്റൈഡ് ലിങ്കേജ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്? ഡൈപെപ്റ്റൈഡ് എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡൈപെപ്റ്റൈഡ്? ഒന്ന് പറഞ്ഞോളൂ. ഇതിലേതാണ് കഴിയുന്നത്? ഏകദേശം ഒരു 9 o'clock ഒക്കെ ആകുമ്പോൾ കഴിയുമായിരിക്കും മക്കളെ. ഇപ്പോൾ 7:40 ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് 8:30 9:30 ഒക്കെ ആകുമ്പോൾ കഴിയുമായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് നെയിം ഓഫ് ദ ഡൈപെപ്റ്റൈഡ് എത്തിയില്ലല്ലോ. എവിടെ?
ഫാത്തിമ ഓപ്ഷൻ 1 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ 8 മണിക്ക് കഴിയുമെന്ന് എന്താടാ. ഓക്കെ, ഇനി നിക്കിത ഓപ്ഷൻ എ ആണ് പറഞ്ഞത്, ഗ്ലൈസീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഷ ഓപ്ഷൻ 2, ഹരിണി ഓപ്ഷൻ 2, ഫാത്തിമനത പിന്നെ മാറ്റി ഓപ്ഷൻ 2, ദെൻ എന്താണ് സനിഷ, ഓക്കെ റിൻഷ, ഒക്കെ ബി പറഞ്ഞിട്ടുണ്ട്. 3 ദേവനന്ദൻ. ഓക്കെ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. ആൻഡ് പ്ലീസ് ലിസൺ, ഇവിടെ ഒരു അമിനോ ആസിഡിന്റെ പാർട്ടുണ്ട്. ആ അമിനോ ആസിഡ് ആരായിരുന്നു? സെറാ അമിനോ ആസിഡ് NH2 CH2 COOH ആയിരുന്നു. ഇതാരായിരുന്നു? ഗ്ലൈസീൻ. ഇത് ഗ്ലൈസീൻ ആയിരുന്നു. അതുപോലെ അടുത്തത് NH2 CH COOH CH3. ഓക്കെ, എന്തായിരുന്നു ഇയാളുടെ പ്രത്യേകത? ഇത് അലാനിൻ ആയിരുന്നു, അലാനിൻ. ഓക്കെ, അങ്ങനെ 2 ആൽഫ അമിനോ ആസിഡുകൾ തമ്മിൽ കൂടിച്ചേർന്ന് ഒരു പെപ്റ്റൈഡ് ഫോം ചെയ്യുമ്പോൾ ആരുടെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണോ ഇൻവോൾവ് ചെയ്യുന്നത് അയാളുടെ നെയിം നിങ്ങൾ ആദ്യം പറയണം. അപ്പോൾ ഇവിടെ ഇൻവോൾവ് ചെയ്തത് ഇയാളുടെ ആണോ? ആരുടെ കാർബോക്സിലിക് ആസിഡ് ഇൻവോൾവ് ചെയ്തത്? ഇയാളുടേതാണ് ഇൻവോൾവ് ചെയ്തത്, COOH. അപ്പോൾ ഇയാളുടെ പേര് ആദ്യം പറയാം, ഗ്ലൈസൈൽ. പിന്നെ ആരുണ്ട്? അലാനിൻ. സോ ഗ്ലൈസൈൽ അലാനിൻ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഈ ഡൈപെപ്റ്റൈഡിന്റെ ഫിഗറും ഇതിന്റെ നെയിമും NCERT ബുക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും നീറ്റ് എക്സാമിനേഷനിൽ ചോദിക്കാനുള്ള സാധ്യതയുള്ളതാണ്. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്ട്രക്ചർ ഓഫ് സൈറ്റോസിൻ? ഓക്കെ, നിങ്ങൾ DNA-യും RNA ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഹെട്രോസൈക്ലിക് ബേസുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? DNA-യിൽ ATGC ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ RNA-യിൽ AUGC അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ സൈറ്റോസിൻ ആര് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ അഡിനിൻ്റെയും ഗ്വാനിൻ്റെയും പ്രത്യേകത, അതിനെ നമ്മൾ എന്താണ് പ്യൂരിൻ ബേസസ് എന്നും, അതുപോലെ തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ അവർ നമ്മൾ പിരമിഡിൻ ബേസസ് എന്നും വിളിക്കും, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റോസിൻ നിങ്ങളോട് ചോദിച്ചത് കൊണ്ട് തന്നെ എന്തായാലും ഡബിൾ റിംഗ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവിടെ എല്ലാത്തിലും എന്താണ് സിംഗിൾ റിംഗ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ അറിയാമെങ്കിലാണ് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുക. ഈ കാണുന്നതാണ് സൈറ്റോസിനെ നമുക്ക് ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? N ഡബിൾ ബോണ്ട് O N ഉള്ള ആളിനെ നോക്കാമെന്ന് എടുത്താൽ ഇത് അതിലുണ്ട്, അതുണ്ട്. ഓക്കെ, ആ N ഡബിൾ ബോണ്ട് O N എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ ആര് വരണം? NH2 വരണം. അപ്പോൾ ഒരു കൺഫ്യൂഷൻസും എനിക്കില്ല. ഇതാണ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഹൗ ടു റിമെമ്പർ ദീസ് സ്ട്രക്ചേഴ്സ്? ഓക്കെ, ഈ സ്ട്രക്ചേഴ്സ് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ നമ്മൾ നേരത്തെ പഠിച്ചു വയ്ക്കണം, അതല്ലെങ്കിൽ ഒന്ന് നോക്കൂ, 2 റിങ് വരുന്ന ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അയാൾ നോർമലി എന്തായിരിക്കാം? പിന്നെ പ്യൂരിൻ ബേസസ് ആയിരിക്കാം. അതിൽ ഇവരെ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ബ്രാഞ്ചായി NH2 ഉള്ളത് അഡിനിൻ. ഓക്കെ, അതുപോലെ ബ്രാഞ്ചായി ഡബിൾ ബോണ്ട് ഓയും കൂടെ ഉള്ളത് ഗ്വാനിൻ. അങ്ങനെ ഓർക്കാൻ പറ്റും. ഇനി ഇതിൽ 3 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CH3 ഒരു റിങ്ങിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം ബെൻസീൻ റിങ്ങിൽ CH3 നമ്മൾ ടൊളുവിൻ എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ T ഉണ്ട്, അപ്പോൾ ഇവിടെയും T ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന റിങ്ങിൽ CH3 ഉള്ള എന്താണ് സ്ട്രക്ചർ തരുവാണെങ്കിൽ നമുക്കത് തൈമിനാണെന്ന് ഓർക്കാൻ പറ്റും. പിന്നെ സൈറ്റോസിൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് N Z ഡബിൾ ബോണ്ട് O N, ഇത് ഓർത്ത് വയ്ക്കണം. അതിൻ്റെ നെക്സ്റ്റിൽ NH2 ആണെങ്കിൽ ഇത് ഓർക്കാം. 2 Z ഡബിൾ ബോണ്ട് O വരുന്നത് യുറാസിൽ. ഓക്കെ, അത്ര ഈസി അല്ല, എന്താണ് സമയം എടുത്ത് പഠിച്ചാലേ ഓർമ്മയിരിക്കുകയുള്ളൂ. ഇന്ന് NCERT ബുക്ക് തുറന്ന് ഈ സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കുക, നാളെയും നോക്കുക, മറ്റന്നാളും നോക്കുക. ഓക്കെ, അങ്ങനെ ആ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 5 വരെയും ഒരുവിധം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ ഹാളിൽ വലിയ ഡിഫിക്കൽട്ടി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റിയേക്കും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് വിൽ ബി ദ സീക്വൻസ് ഓഫ് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഓഫ് DNA if one strand of DNA has the sequence of TATGACTG അല്ലേ? ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എല്ലാവർക്കും അറിയാമായിരിക്കും മക്കളെ. അഡിനിൻ അല്ലേ, അതിൻ്റെ
ATGC ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അഡിനിൻ എന്നാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത് തൈമിനുമായിട്ടാണ്, പിന്നെ ഗോനിൻ സൈറ്റോസിനാണ്. ഓക്കെ, അഡിനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ടും ഗോനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ടും പോസിബിൾ ആണ്. അപ്പോൾ അഡിനിനും തൈമിനും നോക്കുക. അപ്പോൾ ഇവിടെ T ആണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ A ആയിരിക്കും, ഇവിടെ A ആണെങ്കിൽ T ആയിരിക്കും. അപ്പോൾ T ആണെങ്കിൽ ഇവിടെ A, G ആണെങ്കിൽ C, A ആണെങ്കിൽ T, C ആണെങ്കിൽ G, T ആണെങ്കിൽ A, G ആണെങ്കിൽ C. അപ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? ATACT. ഓക്കെ, ATACT ഇതല്ല, ATACT ഇതുണ്ട് അല്ലേ, ATACT ഇതുണ്ട്. അടുത്ത് ATACT-GAC. ഓക്കെ, ATACT-GCA. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 3 ആയിട്ട് മുന്നോട്ട് പോകാം. 3. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. വൈറ്റമിൻ B2 is water soluble vitamin is also known as. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒന്ന് പറഞ്ഞേ, എങ്ങനെ ഇതിൻ്റെ ആൻസർ കിട്ടുക? ഇതിൽ ആരാ ഉള്ളത്? അസ്കോർബിക് ആസിഡ് ഉണ്ട്, റൈബോഫ്ലാവിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, പിരഡോക്സിൻ ഉണ്ട്. അസ്കോർബിക് ആസിഡ് ഏത് വൈറ്റമിൻ ആണ് സർ? അത് വൈറ്റമിൻ C ആണ് സർ. വൈറ്റമിൻ B1 നമ്മൾ തൈമിൻ എന്ന് വിളിക്കുന്നത്. വൈറ്റമിൻ എന്താണ്? B6 ആണ് പിരഡോക്സിൻ. സോ what is riboflavin? Riboflavin is vitamin B2. Vitamin B2. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ B2 ആണ്. സോ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ 2ഉം 3ഉം ഒക്കെ വരുന്നുണ്ട്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തത് നോക്കൂ, നമ്മുടെ പക്ഷേ സൂക്രോസ് ഉണ്ട്. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്, സ്റ്റാർച്ച്. ഈ കോൺസെപ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇതിൽ നിന്ന് എന്തായാലും എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അത്രയ്ക്കും സാധ്യതയുണ്ട്. സൂക്രോസിൽ ആരാണ് ഉള്ളത്? സൂക്രോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. അതിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്? ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ഉണ്ട്, ഓർത്ത് വയ്ക്കണം. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് എല്ലാവർക്കും അറിയാം. അതുപോലെ അതിനകത്ത് ബീറ്റ ഡി മൈനസ് ഫ്രക്ടോസും ഉണ്ട്. ബീറ്റ ഡി മൈനസ് ഫ്രക്ടോസ് ഇയാളുടെ C1 നിന്ന് ഇയാളുടെ C2 അപ്പോൾ ഇത് ഇവിടെ എന്തൊക്കെയുണ്ട്? ആൽഫയും ഉണ്ട്, ബീറ്റയും ഉണ്ട്. സോ ആൽഫ ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് അവിടെ ഉള്ളത് സുക്രോസിൽ. അടുത്ത മാൾട്ടോസ് നമുക്ക് നോക്കാം. മാൾട്ടോസ് ഡൈസാക്രൈഡ് ആണ്. അവിടെ ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ഉണ്ട്, അതുപോലെ ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ഉണ്ട്. രണ്ടും സെയിം തന്നെയാണ് മാൾട്ടോസിൽ. അപ്പോൾ ഇയാളുടെ C1 നിന്ന് C4 ആൽഫ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൽഫ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ മതിയാവും. ലാക്ടോസ് നമുക്കറിയാം, മിൽക്ക് ഷുഗർ ആണ്. അവിടെ ബീറ്റ ഡി പ്ലസ് ഗ്യാലക്ടോസ് ആണ് ആദ്യം നിങ്ങൾ പറയേണ്ടത്. അതിനുശേഷം ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസും പറയണം. ഓക്കെ, ഇനി ഗ്യാലക്ടോസിൻ്റെ C1 നിന്ന് ഗ്ലൂക്കോസിൻ്റെ C4 അപ്പോൾ അതിനെ ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഇതിൻ്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്റ്റാർച്ച് മാത്രമേ ബാക്കിയുള്ളൂ. സ്റ്റാർച്ചിൽ അമൈലോസും അമൈലോപെക്റ്റിനും ഉണ്ട്. സ്റ്റാർച്ചിൻ്റെ മോണോസാക്രൈഡ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. C1 നിന്ന് C4 ഉണ്ട്, C1 നിന്ന് C6 ഉണ്ട്. അതാണ് ബ്രാഞ്ച് C1 to C6 ആണ്, മറ്റത് ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എല്ലാ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ നിങ്ങൾ 4 ആണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. 4 കറക്റ്റ് ആവുമോ? A എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷനാണ്. C1 ഓഫ് ആൽഫ, C2 ഓഫ് ബീറ്റ കറക്റ്റാണ്. മാൾട്ടോസ് B1 ആണ്. C1 ഓഫ് ആൽഫ, C4 ഓഫ് ഗ്ലൂക്കോസ് കറക്റ്റാണ്. ആൽഫ 2 ഗ്ലൂക്കോസ്. ഓക്കെ, അടുത്ത ലാക്ടോസ് അത് 3 ആണ്, അത് കറക്റ്റാണ്. 4 അത് കറക്റ്റാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് match the columns and choose the correct combination from the options given below. Okay, ഗ്ലൂക്കോസിനെ ബ്രാഹ്മിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ എന്ത് കിട്ടും? ഗ്ലൂക്കോസിനകത്തൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പാണുള്ളത്. ആ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡായിട്ട് മാറും. അപ്പോൾ ഗ്ലൂക്കോസിനെ ബ്രാഹ്മിൻ വാട്ടർ ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടും. ആരാ ഗ്ലൂക്കോണിക് ആസിഡ്? എന്ത് കിട്ടുമെന്ന് നോക്കിയേ, COOH. അപ്പോൾ CH2OH ഏറ്റവും താഴെയുണ്ട്, CHOH 4 ഉണ്ട്, ഏറ്റവും മേലുള്ള CHO COOH ആയിട്ട് മാറും. അപ്പോൾ A എന്ന് പറയുന്നത് 4 ആണ്. ഈ കാണുന്നതാണെന്ന് തോന്നുന്നു CH2OH. ഓക്കെ, പിന്നെ ഇടയ്ക്ക് CHOH 4 times, അതുപോലെ ഇവിടെ CHO മക്കളെ. ഇതാണ് യഥാർത്ഥത്തിൽ ആരിടാം? ഇതാണ് ഗ്ലൂക്കോസ്. അത് ഗ്ലൂക്കോണിക് ആസിഡായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഈ CHO എന്തായിട്ട് മാറും? COOH ആയിട്ട് മാറും. അപ്പോൾ ഇത് COOH ആയിട്ട് മാറി കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? ഓപ്ഷൻ 4 കിട്ടി. A എന്ന് പറയുന്നത് 4 വരുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1ഉം ഉണ്ട്,
4 ഉണ്ട്. അടുത്ത് ഗ്ലൂക്കോസ് അസറ്റിക് അൺഹൈഡ്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസ് അസറ്റിക് അൺഹൈഡ്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ് കിട്ടും. അങ്ങനെയാണല്ലോ അതിനകത്ത് 5 OH മനസ്സിലായത്. അപ്പോൾ ഇതിനകത്ത് ആരാണ് ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ് എന്ന് നോക്കുക. ഇത് CHO അതുപോലെ തന്നെയുണ്ട്. ഏറ്റവും താഴെയുള്ള CH2OH അസറ്റിക് റിയാക്ട് ചെയ്ത് അത് അസറ്റേറ്റ് ആയിട്ട് മാറി ഈ 4 അപ്പോൾ ഇതാണ് ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ്. B1 ആണ്. ഓക്കെ, അത് സെയിം ആണ്. അടുത്ത് ഗ്ലൂക്കോസും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും അത് കുറച്ചുകൂടെ പവർഫുൾ ആണ് ബ്രോമിൻ വാട്ടറിനേക്കാൾ. അതുകൊണ്ട് ഈ മേലിലുള്ള COH ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഈ CH2 കൂടെ COH ആയിട്ട് മാറും. അപ്പോൾ സാക്കറിക് ആസിഡ് കിട്ടും. ഏതാ സാക്കറിക് ആസിഡ്? 2 ആണ് സാക്കറിക് ആസിഡ്. അപ്പോൾ C2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓപ്ഷൻ 1 അഥവാ എയിലേക്ക് എത്തും. ഗ്ലൂക്കോസും റെഡ് ഫോസ്ഫറസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? N-ഹെക്സേൻ കിട്ടും. അപ്പം ഗ്ലൂക്കോസിൻ്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലിങ്കേജുകൾ, അതുപോലെ അവരുടെ മോണോസാക്രൈഡുകൾ, അതുപോലെ ഗ്ലൂക്കോസ് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ആൾക്കാരൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ അടിപൊളിയായിട്ട് അത് പഠിച്ച് റെഡിയാക്കി വെച്ചിന്ന് ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എക്സാമിനേഷൻ മാർക്കും കിട്ടും. ഓക്കെ, അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഒന്ന് നോക്കണം. ഓക്കെ, ലിങ്കേജ് ബിറ്റ്വീൻ 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ത്രൂ ഓക്സിജൻ ആറ്റം ഈസ് കോൾഡ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ലിങ്കേജ് ബിറ്റ്വീൻ 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ത്രൂ ഓക്സിജൻ ആറ്റം ഈസ് കോൾഡ് ഈതർ ലിങ്കേജ് അല്ലെങ്കിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. പെർഫെക്റ്റ് ആണ്. സുക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് ആൻ ഈക്വൽ മൊക്കിമോളാർ മിക്സർ ഓഫ് ആരൊക്കെയാണ്? ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് വിച്ച് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. സൂക്രോസ് ഹൈഡ്രോളൈസ് ചെയ്തു, അപ്പോൾ ഒരു ഈക്വൽ മോളാർ മിക്സർ ഓഫ് ഫ്രക്ടോസും ഗ്ലൂക്കോസും കിട്ടി. പക്ഷേ ഈ പറയുന്ന ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, ഫ്രക്ടോസ് ലീവോ റൊട്ടേറ്ററി ആണ്. മിക്സറിൻ്റെ പ്രത്യേകത ഫ്രക്ടോസിൻ്റെ ലീവോ റൊട്ടേഷനാണ് കൂടുതൽ. അതുകൊണ്ട് ആ മിക്സർ ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. Out of 2 components of starch, the component present in greater proportion is insoluble in water. Okay, അപ്പോൾ നിങ്ങൾ നോക്കിയേ, 2 കമ്പോണൻ്റ് ഉണ്ട് സ്റ്റാർച്ചിന്, അമൈലോസും അമൈലോപെക്റ്റിനും. അമൈലോസ് 15 മുതൽ 20% മാത്രമേ ഉണ്ടാവുള്ളൂ. അയാൾ വാട്ടർ സോല്യുബിൾ ആണ്. എന്നാൽ അതിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അമൈലോപെക്റ്റിനാണ്. അത് 80 മുതൽ 85% വരെ ഉണ്ടാവും. അത് വാട്ടർ ഇൻസോല്യുബിൾ ആണ്. സോ ദ ഔട്ട് ഓഫ് ദ 2 components of starch, the component present in greater proportion is insoluble in water. അപ്പോൾ ഇത് കറക്റ്റ് തന്നെയാണ്. Glycogen is also known as animal starch because it is structurally similar to amylose as a component of starch. Okay, അപ്പോൾ glycogen is also known as animal starch because it is structurally similar to amylopectin ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ 1ഉം 3യുമാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. 1 and 3 only. സോ ഓപ്ഷൻ 1 is the right answer. വെരി ഗുഡ്. ഓക്കെ, ഈ ചാപ്റ്ററിന് ജിഷ, ഈ ചാപ്റ്ററിന് മാക്സിമം 2. ഓക്കെ, 1 ആണ് സാർ എക്സ്പെക്ട് ചെയ്യുന്നത്, മാക്സിമം 2. ഓക്കെ, അത്രേ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, സിംഗിൾ. ഓക്കെ, ചിത്ര നോയൽ. ഓക്കെ, ആർജിനിനും അലാനിനും അസ്പാർട്ടിക് ആസിഡിനും ഒക്കെ സിംഗിൾ നമ്മൾ 1 ഷോട്ടിൽ കുറേ ഐഡിയ ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോഡുകൾ ഓർത്ത് വയ്ക്കാനുള്ള ഐഡിയ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചിത്ര ബാക്കിയുള്ളതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാതെ ജസ്റ്റ് ഓപ്പൺ യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. അതിൻ്റെ നേരെ അതിൻ്റെ 3 ലെറ്റർ കോഡും 1 ലെറ്റർ കോഡും ഉണ്ട്. അതിലാകെ 4 പേരുടെ മാത്രം 3 ലെറ്റർ കോഡ് പഠിച്ചാൽ മതിയെന്നും എന്നാൽ 9 പേരുടെ 1 ലെറ്റർ കോഡ് പഠിക്കണമെന്നൊക്കെ നമ്മളന്ന് 1 ഷോട്ടിൽ പഠിപ്പിച്ചതാണ്. ദയവായിട്ട് നോക്കണം. ഓക്കെ, ശരി. വൈറ്റമിൻസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതിന് പോസിബിലിറ്റി ഉണ്ട് മക്കളെ CJ. അപ്പോൾ അത് പഠിച്ചോളൂ മക്കളെ. മാൾട്ടോസ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ വിച്ച് ഗീവ്സ് 2 moles ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ഓൺ ഹൈഡ്രോളിസിസ്. കറക്റ്റാണ്. മാൾട്ടോസ് റെഡ്യൂസിങ് ഷുഗർ ആണ്. സൂക്രോസ് ആണ് നോൺ റെഡ്യൂസിങ് ഷുഗർ. മാൾട്ടോസിനകത്ത് C1 C4 ആൽഫ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്, അതും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ഓക്കെ, സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പിന്നിട്ട് കഴിഞ്ഞു? നമ്മൾ ബയോമോളിക്യൂൾസ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻസിൻ്റെ 1-2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. വൈറ്റമിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് സാധാരണ എല്ലായ്പ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഇതൊക്കെയാണ്. അപ്പോൾ പ്രഡിക്ഷൻ സീരീസിലൊക്കെ അതിങ്ങനെ എത്രയോ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്താത്തത്. അതുപോലെ തന്നെ RNA DNA ബേസുകൾ ഏതൊക്കെ, RNAയിലുള്ള ബേസ് ഏതൊക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ആരൊക്കെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്, ആരൊക്കെയാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ആരൊക്കെയാണ് അസിഡിക് അമിനോ ആസിഡ്, ബേസിക് അമിനോ ആസിഡ്. ഓക്കെ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കോഡ് ഐഡിയ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാം. ഓക്കെ, ഇനി അടുത്തെന്താണ്
അനലിറ്റിക്കൽ ഇപ്പോഴും എന്താണ് കടുപ്പം, അത് നോർമലി അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ അനലിറ്റിക്കൽ കെമിസ്ട്രി പഠിച്ച് മനസ്സിലാക്കാനുള്ള സമയമല്ലല്ലോ. അപ്പോൾ നമുക്ക് പോസിബിലിറ്റി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ് ഇപ്പം നമ്മുടെ എയിം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഓർഗാനിക്കിലെ നമ്മൾ ഈ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ഓർഗാനിക് പാർട്ടുണ്ട്, ഇൻഓർഗാനിക് പാർട്ടുണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി പാർട്ടുണ്ട്. അതിൽ ഓർഗാനിക് പാർട്ടിലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ Lucas test an alcohol reacts immediately and give insoluble chloride. The alcohol is. Lucas ടെസ്റ്റിൽ എന്താണ് എന്ത് തരുന്നത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ടർബിഡിറ്റി തരുന്നത് ഏത് ആൽക്കഹോൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് ആൽക്കഹോളാണ്? ടെർഷറി ആൽക്കഹോൾ ആണ്. ഇയാൾ പ്രൈമറി ആണ്, നോട്ട് ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. ഇയാൾ ടർബിഡിറ്റി ആണ്, നോട്ട് ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, അതുപോലെ ഇയാൾ ജിഷ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലുമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. ഓക്കെ, സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫെല്ലിംഗ് സൊല്യൂഷൻ ക്യാൻ ബി യൂസ് ടു മേക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ. സോ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് പഠിച്ച സമയത്ത് ഇത് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഓർഗാനിക്കിൽ അത് അനലിറ്റിക്കൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വന്നേ ഉള്ളൂ. സോ ഫെല്ലിംഗ് സൊല്യൂഷൻ എല്ലാവർക്കും അറിയാം. ഫെല്ലിംഗ് സൊല്യൂഷൻ അത് രണ്ട് ഫെല്ലിംഗ് സൊല്യൂഷൻ എയും ബിയും ഒക്കെ, അതൊക്കെ ആൽഡിഹൈഡ് പഠിച്ചാൽ ഞാൻ നിൽക്കുന്നില്ല. നിങ്ങൾ ഓർക്കുക, ആലിഫാറ്റിക് ആൽഡിഹൈഡുകളും ഫോമിക് ആസിഡും ഇത് കാണിക്കും. ഓക്കെ, ആലിഫാറ്റിക് ആൽഡിഹൈഡും ഫോമിക് ആസിഡ്. അപ്പോൾ ഇയാൾ കാണിക്കുന്നുണ്ട്, ഇയാൾ കാണിക്കില്ല. അപ്പോൾ ഇയാൾ ഫെല്ലിംഗ് സൊല്യൂഷൻ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും, ഇയാൾ ഫോം ചെയ്യത്തില്ല. അപ്പോൾ ഇയാളുടെ ഡിസ്റ്റിങ്ഷന് വേണ്ടി ഉപയോഗിക്കാം. ഇത് ആരോമാറ്റിക് ആൽഡിഹൈഡ്, ഇത് ആരോമാറ്റിക് ആൽക്കഹോൾ, രണ്ടും ആ ടെസ്റ്റ് തരത്തില്ല. ഇത് ഫോമിക് ആസിഡ് ആ ടെസ്റ്റ് തരും, ഇത് ആൽഡിഹൈഡ് ഇതിന് രണ്ടും ടെസ്റ്റ് തരും. അങ്ങനെ രണ്ടും ടെസ്റ്റ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഫോമിക് ആസിഡ്, ഇത് ഫോം ആൽഡിഹൈഡ്, രണ്ടും ടെസ്റ്റ് തരും, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ഇയാൾ ടെസ്റ്റ് തരത്തില്ല, ഇയാൾ ടെസ്റ്റ് തരും, അപ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങളുടെ ഐഡിയ കറക്റ്റ് ആണ്. കാൽഷ്യം ആൻഡ് ബേരിയം അയോൺസ് ആർ പ്രസിപ്പിറ്റേറ്റഡ് ഇൻ 5th ഗ്രൂപ്പ് ആസ് ദെയർ. ഓക്കെ, നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് 1-ൽ ലെഡ് ആണ് മക്കളെ ഉള്ളത്, അയാളെ നമ്മൾ ക്ലോറൈഡ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് 2-ൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഡൈലൂട്ട് HCl ആഡ് ചെയ്ത് നമ്മൾ H2S പാസ് ചെയ്യും, അപ്പോൾ സൾഫൈഡ് ആയിട്ടാണ് നമ്മളതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഗ്രൂപ്പ് 3-ൽ നമ്മൾ അമോണിയം NH4Cl ആഡ് ചെയ്തിട്ട് NH4OH ആഡ് ചെയ്യും, അവിടെ ഹൈഡ്രോക്സൈഡുകളായിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 4-ൽ നമ്മൾ NH4Cl, NH4OH പിന്നെ H2S പാസ് ചെയ്യും, അപ്പോൾ അവിടെ സൾഫൈഡ് ആയിട്ടാണ്. അപ്പോൾ ഗ്രൂപ്പ് 2-ഉം ഗ്രൂപ്പ് 4-ഉം സൾഫൈഡ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, ഓർമ്മയുണ്ടായിരിക്കണം. ഗ്രൂപ്പ് 5-ലാണെങ്കിൽ നമ്മൾ NH4OH-ഉം അതുപോലെ അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യും, അപ്പോൾ ആ ഗ്രൂപ്പിലെ കാറ്റയോൺസിനെ നമ്മൾ കാർബണേറ്റ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. സോ ഒന്നും നോക്കാനില്ല, 5th ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് അവരുടെ കാർബണേറ്റ്സ് ആയിട്ടാണ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓർത്തു വെക്കണേ, ഗ്രൂപ്പ് 1 ആണെങ്കിൽ ആസ് ദെയർ ക്ലോറൈഡ്സ്, ഗ്രൂപ്പ് 2 ആണെങ്കിൽ ആസ് ദെയർ സൾഫൈഡ്സ്, ഗ്രൂപ്പ് 3 ആണെങ്കിൽ ആസ് ദെയർ ഹൈഡ്രോക്സൈഡ്സ്, ഗ്രൂപ്പ് 4 ആണെങ്കിൽ ആസ് ദെയർ സൾഫൈഡ്സ്, ഗ്രൂപ്പ് 5 ആണെങ്കിൽ ആസ് കാർബണേറ്റ്സ്. ഓക്കെ, ഇനി ഗ്രൂപ്പ് 6-ൽ നമ്മൾ മഗ്നീഷ്യം മാത്രമാണ് പഠിക്കുന്നത്. മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ആയിട്ടാണ് മാറുക. ഓക്കെ, അപ്പോൾ ഇത് കാർബണേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗ്രൂപ്പ് 4 അനാലിസിസ് NH4OH is added ബിഫോർ പാസിങ് H2S. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഗ്രൂപ്പ് 2 ആണെങ്കിൽ എപ്പോഴും എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രൂപ്പ് 2 ആണെങ്കിൽ അവരെ കാറ്റയോണുകളെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഡൈലൂട്ട് HCl ആഡ് ചെയ്യും, അതിനുശേഷമാണ് H2S പാസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താ നമ്മൾ ചെയ്യുന്നത്? HCl ഒരു സ്ട്രോങ് ആസിഡാണ്, അയാൾ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും, H++Cl-. H2S ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ H2S റിവേഴ്സിലേക്ക് യൂസ് 2 H+ഉം അതുപോലെ S2- കിട്ടും. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇയാൾ ഒരു വീക്ക് ആസിഡാണ്, ഇവിടെ കോമൺ അയോൺ ഉണ്ട്, ആ കോമൺ അയോണിൻ്റെ പ്രസൻസ് കാരണം ഇയാൾ എന്ത് ചെയ്യും? ഡിസോസിയേഷൻ സപ്രസ് ചെയ്യും. സോ ദ ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി സപ്രസ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എ കോമൺ അയോൺ. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ നമുക്ക് സപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആഡ് ചെയ്യണം? ഒരു
സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം, എന്നിട്ടോ കണ്ടെയ്നിങ് എ കോമൺ അയോൺ, ഒരു കോമൺ അയോൺ ഉള്ളത്. അപ്പോൾ എന്തിനാണ് HCl ആഡ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇൻ ഓർഡർ ടു സപ്രസ് ദ ഡിസോസിയേഷൻ ഓഫ് H2S. ഇനി അതിന് പകരം ഫോർത്ത് ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ NH4OH ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ H2S പാസ് ചെയ്യുന്നുണ്ട്. ഇത് ഏത് മീഡിയമാണ്? ബേസിക് മീഡിയമാണ്. അപ്പം NH4OH എന്തായിട്ട് മാറും മക്കളെ? It dissociates to give you NH4 plus plus OH minus. H2S ആണെങ്കിൽ എന്തൊക്കെയായിട്ട് മാറും? H2S 2H പ്ലസും OH മൈനസും. അപ്പോൾ എന്താ 2H പ്ലസും S2 മൈനസും. അപ്പോൾ എന്താ സംഭവിക്കുക? പൊന്നു സാറേ, ഈ കാണുന്ന H പ്ലസും ഈ OHും കൂടെ എന്തായിട്ട് പോകും? വാട്ടറായിട്ട് മാറും. അങ്ങനെ ഇവർ രണ്ടും കൂടെ വാട്ടറായി മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസോസിയേഷൻ കൂടും. അപ്പോൾ NH4 ഉപയോഗിക്കുന്നത് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഡിസോസിയേഷൻ ഓഫ് H2S, ഇയാളെ ഉപയോഗിക്കുന്നത് ഇൻ ഓർഡർ ടു HCl ഉപയോഗിക്കുന്നത് ഇൻ ഓർഡർ ടു സപ്രസ് ദ ഡിസോസിയേഷൻ ഓഫ് H2S. ബോത്ത് ഗ്രൂപ്പ് 2 ആൻഡ് ഗ്രൂപ്പ് 4 കാറ്റയോൺസ് ആർ പ്രസിപ്പിറ്റേറ്റഡ് ആസ് ദെയർ സൾഫൈഡ്. ശരിയല്ലേ? രണ്ടുപേരെയും നമ്മൾ സൾഫൈഡ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരാൾ അസിഡിക് മീഡിയമാണ്, മറ്റേ ആൾ എന്താണ്? ബേസിക് മീഡിയമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ അസിഡിക് മീഡിയം മറ്റേ ആൾ ബേസിക് മീഡിയം എന്നൊക്കെ എക്സാം ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിൻ്റെ വേറൊരു കെമിസ്ട്രി ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉള്ളത് എന്താണ്? നിങ്ങൾ എക്സാം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുക എന്നുള്ളത് മാത്രമേ ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ. അസിഡിക് മീഡിയം എന്തിനാണ്? ഇൻ ഓർഡർ ടു സപ്രസ് ദ ഡിസോസിയേഷൻ ഓഫ് H2S. എന്തിനാണ് ഗ്രൂപ്പ് 4 എന്താണ് H2S ബേസിക് മീഡിയം? അത് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഡിസോസിയേഷൻ, അല്ലേ? അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്താലാണ് ഈ S2 മൈനസിൻ്റെ ഗ്രൂപ്പ് 4 കാറ്റയോൺസിൻ്റെ അയോണിക് പ്രൊഡക്റ്റ് സോലിബിലിറ്റി പ്രൊഡക്റ്റിനെ എക്സീഡ് ചെയ്യുള്ളൂ, എങ്കിലേ പ്രസിപ്പിറ്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അത് അയോണിക് ഇക്വിലിബ്രിയമാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ 2 പോയിന്റുകൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം ബബിൾ ചെയ്തിട്ടുണ്ട്. ദ കോൺസെൻട്രേഷൻ ഓഫ് S2 മൈനസ് അയോൺസ് ഈസ് ഇൻക്രീസ്ഡ്. കറക്റ്റാണ്. ദ സൾഫൈഡ്സ് ഗ്രൂപ്പ് ഇൻസോൾബിൾ, അതുകൊണ്ടല്ല. മെറ്റൽസ് അതുകൊണ്ടല്ല. ഓക്കെ, അതുകൊണ്ടല്ല. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ, S2 മൈനസിൻ്റെ ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ S2 മൈനസ് കോൺസെൻട്രേഷൻ കൂടും. വെരി ഗുഡ്. ഓപ്ഷൻ 3. ഓക്കെ, ബ്രൗൺ ഡ്രിങ്ക് ടെസ്റ്റ് ഈസ് മെയ്ഡ് ഫോർ. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എല്ലാവരും പറയും, എനിക്കറിയാം. എന്ന് പറഞ്ഞേ, ബ്രൗൺ ഡ്രിങ്ക് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്താണ് NO3 മൈനസിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? നൈട്രേറ്റിൻ്റെ. ഓക്കെ, എന്താ അതിൻ്റെ ഫോർമുല കിട്ടുക നമുക്ക്? FeH2O 5 ടൈംസ് എന്താണ് NO, അല്ലേ? NO എന്താണ് SO4. ഇതാണ് നമുക്ക് കിട്ടുന്ന ആ ബ്രൗൺ ഡ്രിങ്ക് ഉള്ള കോംപ്ലക്സ്. ഇതിൽ അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എൻട്രൻസ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. സോ നമുക്ക് മുന്നോട്ട് പോകാം. ലയോഫിലിക് സോൾട്സ് ആർ മക്കളെ. ലയോഫിലിക്, ലയോഫോബിക്, അങ്ങനെ 2 കൊളോയിഡുകളുണ്ട്. ഇപ്പം നേരത്തെ സർഫസ് കെമിസ്ട്രി ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് പഠിച്ചിട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സിലബസിലൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ പക്ഷേ ലയോഫിലിക്കും ലയോഫോബിക്കും ഉണ്ട്. ലയോ എന്നാൽ ലിക്വിഡ് എന്നും, ഫോബിക് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റിംഗ് എന്നാണ്. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ ലയോ മീൻസ് ലിക്വിഡ്, ഫിലിക് മീൻസ് ലവിങ്. അപ്പോൾ ലയോഫിലിക്കും ലയോഫോബിക്കും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കൊളോയിഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 കമ്പോണൻറ്റ് കാണും. ഓക്കെ, ആ 2 കമ്പോണൻറ്റും തമ്മിൽ സ്ട്രോങ് അഫിനിറ്റി ഉണ്ടെങ്കിൽ ലയോഫിലിക് എന്നും, അത് തമ്മിൽ വീക്ക് അഫിനിറ്റി ആണെങ്കിൽ അവരെ നമ്മൾ ലയോഫോബിക് എന്നും വിളിക്കും. ഇത് ലയോഫിലിക് സോൾട്സ് എന്നാണ്. ലയോഫോബിക് ആണെങ്കിൽ അവരെ അട്രാക്ഷൻ അതായത് 2 കമ്പൗണ്ട് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. അപ്പോൾ അവരെ നമ്മൾ മിക്സ് ചെയ്താലും അവർ പഴയതുപോലെ ആവാം. അപ്പോൾ അവരെന്തായിരിക്കും? അവർ റിവേഴ്സിബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലയോഫിലിക് സോൾട്സ് ആർ, ഓക്കെ ഒരു മിനിറ്റ്, ലയോഫിലിക് സോൾട്സ് എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്. അവരെ നമുക്ക് തിരിച്ച് പിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ എന്താണ്? ലയോഫിലിക്സ് സോൾട്സ് ആർ, ഓക്കെ സോറി, അത് ഞാൻ പറയാം, 1 മിനിറ്റ്. ഇപ്പോൾ എൻ്റെ ആവശ്യം ലയോഫിലിക് സോൾട്സ് ഉണ്ട്, സോളുണ്ട്. അതിനകത്ത് A എന്നും B എന്നും 2 കമ്പോണൻ്റ് ഉണ്ട്. ആയിക്കോട്ടെ, അതിനെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം എന്നൊക്കെ വിളിക്കും. ഞാൻ ഡിഫിക്കൽട്ട് ആക്കാതെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടി നോക്കുകയാണ്. സോ നിങ്ങൾ നോക്കുമ്പം Aയും Bയും 2 കമ്പോണൻ്റ് ആണ്. അവരെ നമ്മൾ എങ്ങനെയെങ്കിലും വേർതിരിച്ചെന്നിരിക്കട്ടെ, Aയും Bയും നമ്മൾ സെപ്പറേറ്റ് ആക്കി. പക്ഷെ അവരെ നമ്മൾ സിമ്പിളായിട്ട് കൂട്ടിച്ചേർത്തിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പഴയതുപോലെ എന്താണ്? സോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലയോഫിലിക് സോളായിട്ട് മാറും. അപ്പോൾ അവരെന്താണ്? ഈസി ആയിട്ട് റിവേഴ്സിബിൾ ആണ്. അപ്പോൾ അവർ ഇറിവേഴ്സിബിൾ സോൾ ആണെന്ന് പറഞ്ഞത് തെറ്റാണ്. ഒന്നുകൂടെ പറയാം. ഇത് എന്താണ്?
രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, എയും ബിയും. അവർ ഒരുമിച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾ അവരെ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? അവരെ ഒരുമിച്ചിട്ട് ചുമ്മാ ഷേക്ക് ചെയ്താൽ പോലും, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ചെറുതായിട്ട് വാം ചെയ്താൽ പോലും പഴയതുപോലെ സോളായിട്ട് മാറും. അവരെയാണ് നമ്മൾ റിവേഴ്സിബിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് ഇറിവേഴ്സിബിൾ എന്നാണ്. ദേ ആർ പ്രിപ്പയർഡ് ഫ്രം ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ നിന്നാണ് സാധാരണ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. എഗ് ആൽബുമിൻ, അതുപോലെ പ്രോട്ടീൻസ്, അതൊക്കെയാണ് സാധാരണ. ഗം, അതൊക്കെയാണ് ലയോഫിലിക്കായിട്ട് വരാറ്. പക്ഷേ ഇനോർഗാനിക് കോമ്പൗണ്ട് ഇതല്ല. കൊയാഗുലേറ്റഡ് ബൈ ആഡിങ് ഇലക്ട്രോലൈറ്റ്സ്. ഇവർക്ക് ലയോഫിലിക് ആണെങ്കിൽ അവർ ലവിങ് ആണ്, അപ്പോൾ അവർക്ക് എന്താണ് സെൽഫ് സ്റ്റെബിലൈസിങ്, അവർ സ്വന്തമായിട്ട് എന്താണ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അവർ സെൽഫ് സ്റ്റെബിലൈസിങ് ആണ്. അങ്ങനെ സ്വന്തമായി സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരെ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു കോമ്പൗണ്ട് പ്ലാനാർ ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം? ദൈവമേ, പ്ലാനാറൊക്കെ നമ്മൾ എപ്പോഴാണ് പഠിച്ചത്? കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ മാത്രം എക്സ്പെക്ട് ചെയ്താൽ പോരാ അനലിറ്റിക്കൽ. ഇർഫാനെ, നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ സാധ്യത, അപ്പോൾ അത് ആണെങ്കിൽ അങ്ങനെ ഓക്കെ, അതാണോ അതുമായിട്ട് മുന്നോട്ട് പോവാം. ഇനി എന്താണ് പ്ലാനാർ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് പ്ലാനാർ ഉണ്ട്. ഒന്ന് സ്ക്വയർ പ്ലാനാറും ഉണ്ട്, പിന്നെ ട്രൈഗണൽ പ്ലാനാർ ഉണ്ട്. അത് ഹൈബ്രിഡൈസേഷൻ വെച്ച് നോക്കണം. അതുപോലെ എന്താണ് ആ സമയത്ത് എന്താണ് ചെയ്ത് നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ആ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, സോ നമുക്ക് മുന്നോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലയോഫോബിക് സോൾ? ലയോഫോബിക് അല്ലാത്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ. ലയോഫിലിക് ആണെങ്കിൽ അത് നോർമലി ഓർഗാനിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് ഉണ്ടാവുക. അപ്പോൾ ലയോഫോബിക് ആണെങ്കിൽ ഇൻഓർഗാനിക് ആയിട്ടുള്ള. അപ്പോൾ ഇവിടുന്ന് നോട്ട് ലയോഫോബിക് ആണ് ചോദിച്ചത്. അപ്പോൾ ലയോഫോബിക് അല്ലാത്തതാര്? ഫെറിക് ഹൈഡ്രോക്സൈഡ് ഇൻഓർഗാനിക് സോളാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട, അയാൾ ലയോഫോബിക് ആണ്. അതുപോലെ എഗ് ആൽബുമിൻ, അത് പ്രോട്ടീൻ ആണെന്നും ഓർഗാനിക് ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട, അയാൾ ലയോഫോബിക് അല്ല. അതുപോലെ ആഴ്സനസ് സൾഫൈഡ് ഈസ് ഇൻഓർഗാനിക്, അപ്പോൾ അയാൾ ലയോഫോബിക് ആണ്. അതുപോലെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് സോൾ, അത് അയാൾ ഇൻഓർഗാനിക് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് നോർമലി അത് പറയാൻ പറ്റും. ഓക്കെ, and the next question is in the redox titration. അപ്പോൾ redox titration അനലിറ്റിക്കൽ കെമിസ്ട്രിയിലുണ്ട്. മോർ സാൾട്ട് വേഴ്സസ് KMnO4. അപ്പോൾ നിങ്ങൾ ആ എന്താണ് ടൈട്രേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. KMnO4 സെൽഫ് എന്താണ് ഇൻഡിക്കേറ്ററായിട്ട് ആക്റ്റീവ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മോർ സാൾട്ടിനകത്ത് Fe2+ ആ ഉള്ളത് അല്ലേ? ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ്. അയാൾ ഓക്സിഡൈസ് ചെയ്ത് Fe3+ ആയിട്ട് മാറും, ഫെറിക് ആയിട്ട് മാറും. അതേസമയം തന്നെ ഈ പറയുന്ന MnO4- എന്ത് ചെയ്യും മക്കളെ? അതിനകത്ത് +7 ആണ്. അയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അണ്ടർഗോസ് റിഡക്ഷൻ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോർ സാൾട്ടും അതുപോലെ KMnO4ഉം, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് KMnO4ഉം ഓക്സാലിക് ആസിഡും, ഈ റിയാക്ഷൻസിൻ്റെ ഈ ടൈട്രേഷൻസിൻ്റെ പ്രത്യേകത അവർ റിഡോക്സ് ടൈട്രേഷൻസ് ആണ്. ആ 2 റിഡോക്സ് ടൈട്രേഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് അസിഡിക് മീഡിയത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡൈലൂട്ട് H2SO4 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, എന്നിട്ട് ഈ പറയുന്ന മീഡിയം അസിഡിക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും അസിഡിക് മീഡിയത്തിലാണ്. അസിഡിക് മീഡിയത്തിൽ MnO4- എന്ത് സംഭവിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. അസിഡിക് മീഡിയത്തിൽ അയാൾ എന്തായിട്ടാണ് മാറുക? Mn2+. സോ +7 ചേഞ്ച് എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2. അപ്പോൾ ആരൊക്കെ ഓപ്ഷൻ 3-ലൊക്കെ പോയിട്ടുണ്ട് മക്കളത് ഓർക്കണം, പഠിക്കണം. ഓപ്ഷൻ 2 ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആൻസർ. ഓക്കെ, സോ മുന്നോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ആഴ്സനസ് സൾഫൈഡ് സോൾ ഈസ് പ്രിപ്പയർഡ് ബൈ, ആൻഡ് പ്ലീസ് ലിസൺ. ഇപ്പോൾ ലയോഫിലിക്കും ലയോഫോബിക്കൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറയുന്ന സോൾസിൻ്റെ ടോപ്പിക് അനലിറ്റിക്കൽ കെമിസ്ട്രിയിലുണ്ട്, സർഫസിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ സർഫസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കോൺസെൻട്രേഷൻ നിങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവില്ല, ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്, ഡബിൾ ഡീകമ്പോസിഷൻ, ഇങ്ങനെ 4 മെത്തേഡുകളിലൂടെയാണ് നോർമലി സോൾസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ സൾഫർ സോൾ ഓർത്ത് വയ്ക്കുക, അയാളെ പ്രിപ്പയർ ചെയ്യുന്നത് ഓക്സിഡേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. മെറ്റൽ സോൾസ് ഉണ്ടാവും, മെറ്റൽ സോൾസിനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? റിഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഹൈഡ്രോക്സൈഡ് സോളുകൾ, ജനറലായിട്ട് ഹൈഡ്രോക്സൈഡ് സോളുകളെ പ്രിപ്പയർ ചെയ്യുന്നത് ഹൈഡ്രോളിസിസ് ഉപയോഗിച്ചിട്ടാണ്. ആഴ്സനസ് സൾഫൈഡിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ ഡീകമ്പോസിഷൻ ഉപയോഗിച്ചിട്ടാണ്. ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്നോ ഡബിൾ ഡീകമ്പോസിഷൻ എന്നോ പറയാം. നമ്മൾ നോർമലി പറയുന്ന വേർഡ് ഡബിൾ ഡീകമ്പോസിഷൻ ആണ്. സോ ആഴ്സനസ് സൾഫൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ ഡീകമ്പോസിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. K2HgI4 നിങ്ങൾക്ക് അറിയാമായിരിക്കും, നെസ്ലാസ് റിയേജൻറ്റ് ഓർമ്മയുണ്ടോ? ആ നെസ്ലാസ് റിയേജൻറ്റ് ഏത് കാറ്റിയോണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവോ? വേഗം പറയൂ, എത്രയും വേഗം പറയൂ.
കേട്ട് വെച്ച് ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. നിങ്ങൾ എന്താണ് അതിൻ്റെ ബേസിക്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ചതാണ്. വേഗം പറഞ്ഞോളൂ. ഓപ്ഷൻ ബി ഒക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരിക്കും അല്ലേ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ 3 ആണോ, ഓപ്ഷൻ 1 ആണോ, ഓപ്ഷൻ 4 ആണോ? നസ്ലാസ് റിയേജന്റ്, അക്ഷയ ഓപ്ഷൻ 4, ഹരിണി ഓപ്ഷൻ 4, ആർദ്ര ഓപ്ഷൻ 4. ഓക്കെ, എന്താണ് സന്ധ്യ, ജോഷ്ന. ഇതൊക്കെ കമൻ്റൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് വായിക്കാൻ പറ്റുന്ന പേരൊക്കെ ഇട്ടുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ലിയ, അസ്ന, ഓക്കെ, ഗായത്രി. ഓക്കെ, ഗുഡ്. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. യഥാർത്ഥത്തിൽ HG നമ്മൾ ഇവർ തമ്മിൽ എന്താണ് കമ്പൈൻ ചെയ്യുന്നത് അക്വസ് മീഡിയത്തിലാണ്. എന്നിട്ട് HGO.HGNS3I എന്ന് പറയുന്ന ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഇത് മാറുന്നത്. അപ്പോൾ റിയാക്ഷൻസ് ഒക്കെ എഴുതി നിന്ന് മുന്നോട്ട് പോകുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ എന്താണ് അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ സ്കീമിനകത്ത് ഈ പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ദൗർഭാഗ്യവശാൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കഷ്ടകാലത്തിന് ഇത് അമോണിയം അയോണിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷൻ ഇത് എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഡോസൈറ്റേഷൻ അസിഡിക് മീഡിയം എന്നാണ് ഡോസൈറ്റേഷൻ എപ്പോഴും അസിഡിക് മീഡിയത്തിൽ തന്നെയാണ്. നമ്മളിപ്പം പെർമാംഗനോമെട്രി, ഡൈക്രോമെട്രി, ആ 2 ടൈട്രേഷൻസ് ആണ് നോർമലി നമ്മൾ ഡോസൈറ്റേഷൻ ചെയ്യുന്നത്. ആ 2 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ മാത്രമേ ഓക്സിഡൈസിങ് ഏജന്റ് അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. KMnO4 ആണെങ്കിൽ അവിടെയും നമ്മൾ പഠിച്ചത് നമ്മൾ സിലബസിലുള്ളത് ഓക്സാലിക് ആസിഡും മോർസാൾട്ടും മാത്രമായതുകൊണ്ട് അസിഡിക് മീഡിയം തന്നെയാണ് ഇർഫാൻ. ഒരു കൺഫ്യൂഷനും വേണ്ട. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാർബൺ ഡൈ ഓക്സൈഡ് ടേൺസ് എന്നാണ്. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിനെ മിൽക്കി ആക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ഇൻസോലുബിൾ കാൽഷ്യം കാർബണേറ്റ്. അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും വന്നാൽ അക്വസ് മീഡിയത്തിൽ കാൽഷ്യം കാർബണേറ്റും ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ കൂടിച്ചേർന്ന് വാട്ടർ സോലുബിളായ കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അയാൾ മിൽക്കി അപ്പിയറൻസ് ഉണ്ടെങ്കിലും അല്പം സമയം കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ആയിക്കൊണ്ടിരുന്നാൽ അയാൾ എന്തായിട്ട് മാറും? സോലുബിൾ ആയിട്ടുള്ള ബൈകാർബണേറ്റ്. അപ്പോൾ സോലുബിൾ ആകുമ്പോൾ ആ മിൽക്കിനെസ് ഡിസപ്പിയർ ചെയ്യും. സോ ലൈം വാട്ടർ മിൽക്കി, ഇറ്റ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി ആൻഡ് ക്ലിയർ ഇറ്റ് അഗെയിൻ വെൻ CO2 ഈസ് ഇൻ എക്സസ്. ലൈം വാട്ടർ മിൽക്കി പെർമനൻ്റ്ലി ഒരിക്കലുമല്ല അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ കളർലെസ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് KMnO4, അതിനകത്ത് മാംഗനീസ് Mn+7 MnO4- +7 ആണ്. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് ഓക്സിഡൈസിങ് ഏജൻ്റായി ആക്ട് ചെയ്യണമെങ്കിൽ ഇയാൾക്ക് റിഡക്ഷൻ നടക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടെ ഉള്ളത് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകത അയാൾ എന്താണ് +4 ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓക്കെ, +4 ആണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പം നിങ്ങൾ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിഡൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഇയാൾക്കുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾക്ക് അറിയാം +4 ആണ്. അതിനേക്കാൾ വലിയൊരു ഓക്സിഡേഷൻ നമ്പർ കാർബൺ ഇല്ല. അതുകൊണ്ട് കാർബൺ അവിടെ ഓക്സിഡൈസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇയാൾക്ക് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കളർ ചേഞ്ച് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഓർക്കണം. അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഗ്രീൻ, ആ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഗ്രീൻ ആകണമെങ്കിൽ അവിടെ കളർ ചേഞ്ച് ഉണ്ടാവണം. അതിന് ആ കളർ ചേഞ്ച് ഉണ്ടാകണമെങ്കിലും ഈ പറയുന്ന ഓക്സിഡേഷനൊക്കെ നടക്കണം. അപ്പോൾ ആ ഓപ്ഷൻസും എടുക്കേണ്ട. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, then moving to the next question, the anion which does not react with the dilute H2SO4 is dilute H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യാത്ത എന്താണ് ആനയോൺ ഇതിൽ ഏതാണ്? ആരുണ്ടായിരുന്നല്ലോ നമ്മൾ ആനിയോൺ അനാലിസിസ് മാത്രം പഠിച്ചൊരു മിടുക്കി ഇതിനകത്തുണ്ടായിരുന്നു. കമോൺ, എന്നിട്ട് ഇതിൻ്റെ ആൻസർ പറയൂ. ആരാണ് അയാൾ? ജിഷയായിരുന്നു മക്കളെ. ദ ആനിയോൺ വിച്ച് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈലൂട്ട് H2SO4. ഓപ്ഷൻ 1 അസ്ന, ഓപ്ഷൻ C. ഓക്കെ, 3 എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ, കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആണെങ്കിലാണ് നൈട്രൈറ്റ് NO2 ആയിട്ട് മാറുന്നത്, റെഡിഷ് ബ്രൗൺ വേപ്പേഴ്സ് വരുന്നത്. ഡൈലൂട്ട് H2SO4 റിയാക്ഷൻ ഇല്ല. വെരി ഗുഡ്. സോ ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ആൻഡ് ഓൺ ഹീറ്റിംഗ് എ സ്മോൾ ലംപ് ഓഫ് ബൊറാക്സ് ഓൺ പ്ലാറ്റിനം ലൂപ്പ് എ ഗ്ലാസി ബീഡ് കണ്ടെയ്നിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും
ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ഞാൻ തന്നെയാണ് സാർ. ഓക്കെ. അപ്പോൾ ഓൺ ഹീറ്റിംഗ് എ സ്മോൾ നമ്പർ. ഓക്കെ, ബൊറാക്സ് ബീഡ് ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ബൊറാക്സ് നമ്മൾ Na2B4O7.10H2 ആണ്. നമ്മളതിനെ ചൂടാക്കി എന്താണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അൺഹൈഡ്രസ് ആയിട്ട് മാറും. പിന്നെ ഇത് ഗ്ലാസി ബീഡായിട്ട് മാറും. ദാറ്റ് ഗ്ലാസി ബീഡ് കണ്ടെയ്ൻ സോഡിയം മെറ്റാബോറേറ്റ് ആൻഡ് B2O3 അല്ലേ, ബോറിക് അൺഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ബോറോൺ ട്രൈ ഓക്സൈഡ്, ബോറിക് അൺഹൈഡ്രേറ്റ് എന്നാണ് പറയാറ്. പിന്നെ സോഡിയം മെറ്റാബോറേറ്റ് എക്സാം ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് എന്നാണ്, ടെസ്റ്റിൽ കോപ്പർ വരുമ്പോൾ ഉള്ള കളർ എന്നറിയത് ബ്ലൂ ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ വളരെയധികം നല്ലതായിരിക്കും. The salt. Okay, so we are moving to the last question. The salt gives effervescence with the dilute H2SO4. The gas released gives white turbidity with lime water, which slowly disappears on prolonged passage. The anion radical present in the salt is a very very simple question. നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ ആൻസർ പറയും എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ആൻസർ പറയുന്ന ഹാപ്പിനെസ്സിൽ വേണം സാറിന് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, നിങ്ങളെല്ലാവരും ആൻസർ പറയുമ്പോൾ 2 ദിവസങ്ങൾക്ക് ശേഷം നടക്കുന്ന നീറ്റ് എക്സാമിനേഷൻ 2 മണി മുതൽ 5 മണി വരെ നിങ്ങൾ ആ എക്സാമിനേഷൻ ഹാളിലിരിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവട്ടെ. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ഓപ്ഷൻ 2 ആണ് എല്ലാവരും പറഞ്ഞത്, കറക്റ്റ് ആൻസറാണ്. ഓക്കെ, അത് ചെയ്യാൻ പറ്റട്ടെ, റാങ്ക് കിട്ടട്ടെ. അപ്പോൾ ഇത് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ കെമിസ്ട്രിക്കാരുടെ അവസാനത്തെ ഈ അക്കാഡമിക് ഇയറിലെ ലാസ്റ്റ് ലൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ബെസ്റ്റ് ഫ്യൂച്ചർ. ഓക്കെ, വീണ്ടും കാണേണ്ടി വന്നാൽ കാണാം. അങ്ങനെ ഉണ്ടാവാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. ക്യാമറ, മൈക്ക്, പിന്നെ ഐപാഡ് അല്ലേ. ഹായ് എവരി വൺ, ആമ ഓഡിബിൾ ആൻഡ് വിസിബിൾ, കാണാൻ കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു. യെസ്, ഇനി നമുക്ക് 2 ചാപ്റ്റർ ബാക്കിയുള്ളത്. 2 ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാവുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 2 ചാപ്റ്ററാണ്. PK സാർ പറഞ്ഞ പോലെ നമ്മുടെ ഈ ലൈവിൻ്റെ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഈ അക്കാഡമിക് ഇയറിലെ അവസാനത്തെ ക്ലാസ് ആണ്, അവസാനത്തെ ലൈവാണ് അല്ലേ. സോ മ്യൂട്ടൊക്കെ മാറ്റിയടാ. ഓക്കെ, മൈക്ക് ഞാൻ റെഡിയാക്കി. ഓക്കെ, സോ നമ്മുടെ അവസാനത്തെ ലൈവാണ്. സോ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സമയം കളയുന്നില്ല. ഈ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം.
ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ദ ഫൈനൽ അമൈൻസ് 2 ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ കെമിസ്ട്രി റാപ്പപ്പ് ചെയ്യുകയാണ്. ആൻഡ് നമുക്ക് ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ. ഓക്കെ, ഇതാ നോക്കിക്കോ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിക് ടേബിളിലെ ചോദ്യങ്ങൾ ആദ്യം എടുത്തേക്കാം. ഇനോർഗാനിക് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം. ആൻഡ് ഫൈനലി അത് സെൻറ്റി ഒന്നും ഇല്ലടാ, കമോൺ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര കാലം കാണാനുണ്ട്, ക്ലാസ്സുകളായിട്ടല്ല അല്ലാതെ നിങ്ങളെല്ലാവരും അഡ്മിഷൻ നേടും. അതിനുശേഷം നമുക്ക് കാണാനുണ്ട്. നമുക്ക് ആ ക്ലാസ്സുകളിലേക്ക് ആ ഐഡിയയിലേക്കൊക്കെ പിന്നീട് വരാം. നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട. നമ്മളുടെ പീക്ക് ടൈമാണിത്. വി ആർ കമ്മിങ് ടു അവർ പീക്ക്. ഇനി നിങ്ങളുടെ പീക്ക് പെർഫോമൻസിൻ്റെ ടൈമാണ്. അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്കും കാര്യങ്ങളെല്ലാം റെഡിയാണ്, എല്ലാം ശരിയായി വരും, ഒന്നും പേടിക്കേണ്ട. ഓക്കെ, സോ നമുക്കിനി ഒരു 40-45 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ റാപ്പപ്പ് ചെയ്യും. നമ്മുടെ ഈ എൻറ്റയർ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകണം. നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇതാ പിടിച്ചോ. പിന്നെ ഇനി നമ്മൾ എത്ര കാണാൻ കിടക്കുന്നല്ലേ. ഇനി നമ്മൾ സൈലം അവാർഡ്സിൽ കാണും, ഇൻ്റർവ്യൂസിൽ കാണും, അല്ലാതെ കാണും, പല കാര്യങ്ങളും നമ്മൾ കാണാൻ കിടക്കുകയാണ്. യെസ്, സോ നമുക്ക് നോക്കാം. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 2020 ചോദിച്ചൊരു ചോദ്യമാണ്. നമുക്ക് പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ക്വസ്റ്റനിൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കിയോ, ചോദ്യം ഇതാണ്. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് മാച്ച് എന്ന് പറഞ്ഞേക്കുന്നത്. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് മാച്ച്. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള മാച്ച്? അതായത് A1 എന്നുള്ളതാണോ ഇൻകറക്റ്റ് മാച്ച്, B2 എന്നുള്ളതാണോ, C3 എന്നുള്ളതാണോ, D4 എന്നുള്ളതാണോ? ഏതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് മാച്ച് എന്നുള്ളതാണ് ചോദ്യം. അൺനിൽ അണ്ണിയം മെൻഡലീവിയോ ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. അൺനിൽ ട്രിയം ലൊറൻഷ്യോ ആണോ, അൺനിൽ ഹെക്സിയം സീബോർഗിയം ആണോ, ഏതാണ്? പിന്നെ ഓപ്ഷൻ ഡി പറയുന്ന അൺനിൽ അണ്ണിയം അല്ലേ, അത് ഡാംസ്റ്റാഡിയം എന്നാണ് പറയുന്നത്. ഏതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് മാച്ച് എന്നറിയാമോ? ഏതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് മാച്ച്? ABCDയിൽ അല്ലെങ്കിൽ 1 2 3 4 ഏതാണെന്ന് പറഞ്ഞാൽ മതി. 1A 2B 3C 4D അത് നിങ്ങൾ ആ ലോജിക്ക് തന്നെ. ഇവിടെ നിങ്ങൾക്ക് അറിയാം അൺനിൽ അണ്ണിയം എന്ന് പറയുന്നത് 109 എന്ന് പറയുന്ന എലമെൻറ്റ് അല്ലേ, അത് ഡാംസ്റ്റാഡിയം അല്ല, പിന്നെന്ത്, അത് റോൺജനിയമാണ്. ദിസ് ഇസ് നോട്ട് ഡാംസ്റ്റാഡിയം, അത് റോൺജനിയം എന്നാണ് വരേണ്ടത്. അപ്പോൾ സോ റോൺജനിയം ഇതാണ് നമുക്കിവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ കൊടുത്തേക്കുന്നത് അങ്ങനെയല്ല, ഇത് വേറെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തെറ്റായിട്ടുള്ള കോമ്പിനേഷൻ ഏതാ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഓപ്ഷൻ ഡി ഹിയർ. ഡി ആണ് ഇവിടുത്തെ ഇൻകറക്റ്റ് കോമ്പിനേഷൻ ആൻഡ് അവർ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. എന്താ പിടിച്ചോ, ഏതാണ് ഇവിടുത്തെ മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ഓക്സൈഡ് എന്നാണ് ചോദ്യം. ലൈവ് ഇപ്പോൾ കട്ടാവും ഇല്ലടാ, ഒക്കെ സീനില്ല, അതെല്ലാം റെഡി ആവും, ഒരു കുഴപ്പമില്ല. നമ്മളൊരു 45 മിനിറ്റ്സ് കൊണ്ട് മുഴുവൻ തീരും. ഇതാ പിടിച്ചോ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓക്സൈഡ് ഇസ് മോസ്റ്റ് അസിഡിക് ഇൻ നേച്ചർ? മോസ്റ്റ് അസിഡിക് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറയാം റാണിയ. ഓക്കെ, ആൻസർ വേഗം പറട്ടെ. നീറ്റ് 2018 ചോദ്യം. നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക അല്ലേ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ പറയും. നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും. താഴേക്ക് വരുമ്പോഴത്തേക്കും മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഇത് നിങ്ങൾക്കറിയാം. ഓക്കെ, താഴേക്ക് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടും, വലത്തേക്ക് വരുമ്പോഴത്തേക്കും നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് കൂടുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക്. ഇപ്പം ഇവിടെ നോക്കുക, ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, ബേരിയം, ഈ 4 ആൾക്കാരും ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ലേ, ഒരേ ഗ്രൂപ്പിലെ ആൾക്കാരാണ്. താഴേക്ക് വരുമ്പോഴത്തേക്ക് എന്താ പറ്റുക? മോസ്റ്റ് അസിഡിക് എന്നാണ് വെച്ചേക്കുന്നത്. മോസ്റ്റ് അസിഡിക് ആവണമെങ്കിൽ നോക്കുക, താഴേക്ക് വരുമ്പോഴത്തേക്ക് മെറ്റാലിക് ക്യാരക്ടർ കൂടും. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. അപ്പോൾ താഴേക്ക് വരുമ്പോഴത്തേക്കും ഓക്സൈഡിൻ്റെ ക്യാരക്ടർ കൂടുതൽ എന്താവും? അസിഡിക് ആവും. താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓക്സൈഡിൻ്റെ ക്യാരക്ടർ കൂടുതൽ ബേസിക് ആവുക ചെയ്യുക. കാരണം മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു, ഓക്സൈഡിൻ്റെ ബേസിക് ക്യാരക്ടർ കൂടുന്നു. നമുക്ക് മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ആരാ? ഏറ്റവും ടോപ്പിലുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരിക അല്ലേ. ഏറ്റവും ടോപ്പിലുള്ള ആളാരാ ഇവിടെ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബെറിലിയം ഓക്സൈഡ്. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അല്ലെങ്കിൽ 2. എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാ പിടിച്ചോ. സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് കറക്റ്റ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണേഷൻ എൻതാൽപ്പി. വളരെ വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. പലർക്കും ഈ ഓർഡർ ബൈഹാർട്ടായിട്ട് അറിയണമെന്ന് നിർബന്ധമില്ല. പലരും ഓർഡർ ബൈഹാർട്ടാക്കി വെക്കാറില്ല. പക്ഷേ ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള ട്രിക്കാണിത്. ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ലിഥിയം, ബെറിലിയം, ബോറോൺ. ഓക്കെ, ഇതാണ് ലിഥിയം കേട്ടോ, താഴെ ലിഥിയം, ഇത് ബെറിലിയം, ഇത് ബോറോൺ. ഓക്കെ, ഇത് ബോറോണിനേക്കാളും ബെറിലിയത്തെക്കാളും കൂടുതൽ കാർബൺ, അതിനേക്കാളും കൂടുതൽ നൈട്രജനേക്കാൾ ഇച്ചിരി കുറവ് ഓക്സിജൻ, പിന്നെ ഫ്ലൂറിൻ, അതിനുശേഷം നിയോൺ.
ഇതാണ് നമ്മുടെ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ്. ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ഓർത്താൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആരാ? നിയോണ്. അതിനുശേഷം ആരാ? ഫ്ലൂറിൻ. അതിനുശേഷം ആരാ? നൈട്രജൻ. അത് കഴിഞ്ഞിട്ടാണ് ഓക്സിജൻ. സോ നൈട്രജൻ കഴിഞ്ഞിട്ടാണ് ഓക്സിജൻ, നൈട്രജൻ കഴിഞ്ഞിട്ടാണ് ഓക്സിജൻ. അപ്പോൾ നമുക്കിത് ഈ 2 ഓപ്ഷൻ ഒഴിവാക്കാം. ഓക്കെ, നൈട്രജൻ കഴിഞ്ഞിട്ടാണ് ഓക്സിജൻ. അത് കഴിഞ്ഞിട്ട് ആരാ? നൈട്രജൻ കഴിഞ്ഞ് ഓക്സിജൻ, ഓക്സിജൻ കഴിഞ്ഞ് കാർബൺ, കാർബൺ കഴിഞ്ഞ് ബെറിലിയം, ബെറിലിയം കഴിഞ്ഞിട്ടേ ബോറോൺ വരുള്ളൂ, ബെറിലിയം കഴിഞ്ഞിട്ടേ ബോറോൺ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാ വരിക? വാട്ട് വിൽ ബി യുവർ റൈറ്റ് ആൻസർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഇതേ സി ആണ് വരിക. ഈ ഗ്രാഫ് ഓർത്തിരുന്നാൽ മതി. ഗ്രാഫാണ് പെട്ടെന്ന് മൈൻഡിൽ ഉണ്ടാവുക, അല്ലാതെ വെറുതെ ഈ ഓർഡർ ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പം ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ആലോചിച്ച് വെക്കുന്നതാണ്. ദിസ് ഇസ് കൺവീനിയൻറ്റ് അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താ? ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി അല്ലടാ, ബി അല്ല കേട്ടോ, സി 3. ഓപ്ഷൻ 3 അല്ലെങ്കിൽ സി. ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം. വലിയ ചോദ്യം എന്നൊക്കെ തോന്നും, ബട്ട് ഇറ്റ് ഇസ് എ വെരി വെരി ഈസി ക്വസ്റ്റ്യൻ. വലിയ ചോദ്യം എന്ന് തോന്നും, ബട്ട് ഇറ്റ് ഇസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കിക്കേ, ദ ഫോർമേഷൻ ഓഫ് ദ ഓക്സൈഡ് അയോൺ ഫ്രം ദ ഓക്സിജൻ ആറ്റം റിക്വയർ ഫസ്റ്റ് ആൻ എക്സോതെർമിക് പ്രോസസ് ദെൻ ആൻ എൻഡോതെർമിക് പ്രോസസ്. നോക്കുക, ഓക്സിജനിൽ നിന്ന് ആദ്യത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത് എക്സോതെർമിക് ആണ് അല്ലേ? അല്ലേ? രണ്ടാമത്തെ നോക്കിക്കുക, രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത് എൻഡോതെർമിക്കാണ്. സോറി, റിമൂവ് ചെയ്യല്ല, രണ്ടാമത്തെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നു, പ്രോസസ് എക്സോതെർമിക്. രണ്ടാമത്തെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നു, പ്രോസസ് എൻഡോതെർമിക്. അപ്പോൾ ചോദ്യം ഇതാണ്, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് O2-, അതായത് ഇവിടെ O2- ഉണ്ടാവുന്ന പ്രോസസ്സ്, O2- ഉണ്ടാവുന്ന പ്രോസസ്സ് അൺഫേവറബിൾ ആണ്. നോക്കിയേ, ആദ്യത്തെ സ്റ്റെപ്പ് എക്സോതെർമിക്, രണ്ടാമത്തെ സ്റ്റെപ്പ് എൻഡോതെർമിക്കാണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ മീനിങ് ആദ്യത്തെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത്, ഇതിൻ്റെ മീനിങ് എന്താ? ആദ്യത്തെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും, ആറ്റം ഹാപ്പി ആണ് ഒരു ഇലക്ട്രോണിനെ കിട്ടാൻ. രണ്ടാമത്തെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആറ്റം ഹാപ്പി അല്ല, അതുകൊണ്ട് അങ്ങോട്ട് എനർജി കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. ഹലോ അഭിഷ്ടലക്ഷ്മി, ഹായ് മിസ്ന. എടാ നോക്കടാ, രണ്ടാമത്തെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്താ? ശ്രദ്ധിക്കുക, ഫോർ എനി എലമെൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ, ഫോർ എനി എലമെൻറ്റ്, ഫോർ ദ 118 എലമെൻറ്റ്സ്, ഏത് എലമെൻറ്റ് എടുത്താലും വേണ്ടില്ല, രണ്ടാമത്തെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക, സക്സസീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറയാമോ? അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദ്യം. O- അയോൺ കമ്പാരിറ്റീവ്ലി ചെറുതായതുകൊണ്ടാണോ? ഓക്സിജൻ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ടാണോ? അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ഓക്സിജൻ റിസൾട്ട് ഇൻ ലാർജർ സൈസ് കൊണ്ടാണോ? അല്ല. എന്താ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നോക്കുക, ഓക്സിജനിലേക്ക് ഒരു ഇലക്ട്രോൺ വരുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഗറേഷൻ 2p4 നിന്ന് 2p4 കോൺഫിഗറേഷൻ 2p5 ആയി. ഇനി ഒരു ഇലക്ട്രോണോട് വരുമ്പോൾ 2p6 ആവും. അപ്പോൾ നോക്കിക്കേ, ഈ 2p ഓർബിറ്റലിൽ കുറേ ഇലക്ട്രോൺ വന്നാൽ എന്താ പറ്റുക? റിപ്പൾഷൻ കൂടും. ചെറിയ ഓർബിറ്റലിൽ കുറേ ഇലക്ട്രോൺ, റിപ്പൾഷൻ കൂടും. അപ്പോൾ ഈ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്ത് ചെയ്യും? ഇതവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ ഔട്ട്വേ ദ സ്റ്റെബിലിറ്റി ഗെയിൻഡ് ബൈ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ശരിക്കും പറഞ്ഞാൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഇപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്, പക്ഷേ അതേസമയം ഈ ഇലക്ട്രോണുകളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് റിപ്പൾഷൻ ഉണ്ടാകും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആൻസർ ഓപ്ഷൻ ഇവിടെ ഡി ആണ് വരിക. ദ റൈറ്റ് ആൻസർ ഈസ് ഡി. ഓക്കെ, ടെൻഷൻ നമുക്ക് ശരിയാക്കാം മീനാക്ഷി. ഇതാ പിടിച്ചോ അടുത്ത്. ഇതാ എലമെൻറ്റ് Z 114. എടാ ഇത് വളരെ കോമൺ ആയിട്ടുള്ള പുതിയൊരു ട്രെൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 114ാമത്തെ എലമെൻറ്റ് ഏത് ഗ്രൂപ്പിലാണ് വരിക എന്നാണ് ചോദ്യം. ഹലോ ബെൻസോക്കിനോൺ, ടെൻഷനൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. ഇതാ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ ടെൻഷൻ, എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ആദ്യമേ നമുക്ക് ടോപ്പിക്ക് തീരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നോക്കിയേ, 114ാമത്തെ എലമെൻറ്റ് ഏത് ഗ്രൂപ്പിലാണ്? ശ്രദ്ധിക്കണേ, ഇതൊരു ട്രിക്കായിട്ട് ഓർത്ത് വെക്കുക. 118ാമത്തെ എലമെൻറ്റ് 18. 118ാമത്തെ എലമെൻറ്റ് 18ാമത്തെ ഗ്രൂപ്പിലാണ്. 117 17, 116 16. അങ്ങനെയാണെങ്കിൽ 115 15ാമത്തെ ഗ്രൂപ്പിൽ, 114ാമത് 14ാമത്തെ ഗ്രൂപ്പ്. 14ാമത്തെ ഗ്രൂപ്പ് ആരുടെ ഗ്രൂപ്പാ? 14ാമത്തെ ഗ്രൂപ്പ് ആരുടെ ഗ്രൂപ്പാ? കാർബൺ ഫാമിലി അല്ലേ? അത്രേ നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? 118 18, 117 17, 116 16, അങ്ങനെ 114 14. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ ഈസ് എ. 10 സെക്കൻഡ് പോലും വേണ്ട ആൻസർ മാർക്ക് ചെയ്യാൻ. നോക്കുക, പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററിലെ ചോദ്യങ്ങളുടെ പ്രത്യേകത, ഇറ്റ് വിൽ ബി ഹാർഡ്ലി ടേക്കിംഗ് 10 seconds ടു ആൻസർ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാ വരിക? ഇവിടെ ആൻസർ ഓപ്ഷൻ വിൽ ബി എ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ദാ പിടിച്ചോ അടുത്ത ചോദ്യം. സമയം കളയുന്നില്ല. എന്നൊക്കെ നിങ്ങൾ നീറ്റ് എക്സാമിൻ്റെ പാറ്റേണിൽ ചോദ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ, അന്ന് തുടങ്ങി നിങ്ങൾ കാണുന്നതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ സൈസ് കമ്പാരിസൺ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത് നീറ്റ് എക്സാമിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പോൾ സൈസ് ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ കേസിൽ നമുക്കറിയാം സൈസ് ഈസ് പ്രൊപ്പോർഷൻ ടു നെഗറ്റീവ് ചാർജ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു പോസിറ്റീവ് ചാർജ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്.
അപ്പോൾ നെഗറ്റീവ് ചാർജ് കൂടിയ സൈസ് കൂടും, പോസിറ്റീവ് ചാർജ് കൂടിയ സൈസ് കുറയും. ഇപ്പോൾ ഇവിടെ ഏറ്റവും നെഗറ്റീവ് ചാർജ് ഉള്ളത് ആരാ? O2-, പിന്നെ F-, പിന്നെ Na+, പിന്നെ Mg2+. പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറയുക ചെയ്യുക. പോസിറ്റീവ് ചാർജ് കൂടി സൈസ് കുറഞ്ഞു. ഇൻവേഴ്സ് റിലേഷനാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാടാ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ 2. കഴിഞ്ഞില്ലേ? അടുത്ത ചോദ്യം ഇതാ പിടിച്ചോ. AFMC 2015 ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് എ ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി? അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോണിനെ വാങ്ങണം, എനിക്കൊരു ഇലക്ട്രോണിനെ വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, നോക്കുക. എയും ബിയും ഓൾറെഡി നെഗറ്റീവ് അയോണ് എന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഓരോരോ ഇലക്ട്രോണിനെ വാങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ടാമത്തെ ഇലക്ട്രോണിനെ വാങ്ങാൻ ഒരാറ്റത്തിനും താല്പര്യമില്ല. ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നു, ഓക്കെ. രണ്ടാമതൊരു ഇലക്ട്രോണിനോട് വന്നാൽ റിപ്പൾഷൻ കൂടൂലേ? അപ്പം രണ്ടാമതൊരു ഇലക്ട്രോണിനെ വാങ്ങാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. രണ്ടാമതൊരു ഇലക്ട്രോണിനെ വാങ്ങാൻ ഇവർക്ക് താല്പര്യമില്ല. കാരണം ഇവർ ഓൾറെഡി ഒരു ഇലക്ട്രോണിനെ വാങ്ങി. രണ്ടാമതൊരു ഇലക്ട്രോണിനെ വാങ്ങാൻ ഇവർക്ക് താല്പര്യമില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതൊരു ഇലക്ട്രോണിനെ വാങ്ങാൻ ഇവർക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ആരെയൊക്കെ നോക്കേണ്ടി വരും? ഓക്സിജനും സോഡിയം, ഇവർ മാത്രമാണ് നമ്മുടെ ഓപ്ഷൻ. നോക്കുക, F-, O-. അവർ ഓൾറെഡി ഓരോരോ ഇലക്ട്രോണിനെ വാങ്ങി. ഇനി ഒരു ഇലക്ട്രോണിനെ വാങ്ങണ്ട എനിക്ക്, കാരണം ഓൾറെഡി ഇഷ്ടംപോലെ ഇലക്ട്രോണായി. ഇനി ഇലക്ട്രോണിനെ വാങ്ങിയാൽ റിപ്പൾഷൻ കൂടും, നമ്മൾ നേരത്തെ കണ്ട കേസ്. അതുകൊണ്ട് ഇവർക്ക് ഇനി ഇലക്ട്രോണിനെ വാങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ആർക്കാ താല്പര്യം ഉണ്ടാവും? ഓക്സിജനും സോഡിയം നോക്കാം. ആർക്കാണ് ഒരു ഇലക്ട്രോണിനെ വാങ്ങാൻ താല്പര്യം? സോഡിയം നിങ്ങൾക്കറിയാം ആൽക്കലി മെറ്റലാണ്, ഇലക്ട്രോണിനെ ഒഴിവാക്കാൻ നോക്കുന്ന ആളാണ്. അതേസമയം ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. ഒരു ഇലക്ട്രോണിനെ വാങ്ങാൻ ഏറ്റവും കൂടുതൽ താല്പര്യം ഇവിടെ ഓപ്ഷൻ സിക്കായിരിക്കും. ഓക്കെ, ഈസി. ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം. നമ്മൾ സമയം കളയുന്നില്ല. ഇതാ പിടിച്ചോ അടുത്ത്. XYZ നോക്കിയേ. XYZന്റെ ഓക്സൈഡിന്റെ കാര്യം പറയുന്നുണ്ട്. എക്സിന്റെ ഓക്സൈഡ് ഞാൻ ഓക്കെ മഞ്ഞ കളറിൽ എഴുതാം. എക്സിന്റെ ഓക്സൈഡ്, എക്സ് ഓക്സൈഡ് ഞാൻ എഴുതാണ്. എക്സിന്റെ ഓക്സൈഡ് എന്താണെന്ന് നോക്കിയേ? അസിഡിക് ആണ്. ഓക്കെ, വൈൻ്റെ ഓക്സൈഡോ? അത് ബേസിക് ആണ്. സെഡിൻ്റെ ഓക്സൈഡോ? സെഡിൻ്റെ ഓക്സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ആംഫോട്രിക് ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. എന്ത്? മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. അങ്ങനെയാണെങ്കിൽ വൈ എന്തായിരിക്കും? വൈ വിൽ ബി എ മെറ്റൽ. ഓക്കെ, വൈ വിൽ ബി എ മെറ്റൽ. അങ്ങനെയാണെങ്കിൽ എക്സോ? എക്സിൻ്റെ ഓക്സൈഡ് അസിഡിക് ആണെങ്കിൽ നോൺ മെറ്റാലിക് ഓക്സൈഡ് അല്ലേ അസിഡിക്? അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് വിൽ ബി എ നോൺ മെറ്റൽ. അങ്ങനെയാണെങ്കിൽ സെഡിൻ്റെ കേസ് എന്താ? സെഡ് ആംഫോട്രിക് ആണ്. അപ്പം ജനറലി അയാൾ എന്തായിരിക്കണം? ഒരു മെറ്റലോയിഡ് ആവാനാണ് ചാൻസ്. മെറ്റലോയിഡ് ഞാൻ എക്സാമ്പിൾ എഴുതാണ്. മെറ്റലോയിഡ് ആവണം നിർബന്ധമില്ല. മെറ്റലോയിഡ് ആണ് ആര്? സെഡ് എന്ന് പറയുന്നത്. അപ്പം ചോദ്യം ഇതാണ്. കറക്റ്റ് ഓർഡർ ഓഫ് എന്താ ചോദിച്ചേക്കുന്നത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ആർക്കാടാ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എപ്പോഴും കൂടുതൽ നോൺ മെറ്റൽ അല്ലേ? പീരിയോഡിക് ടേബിളിൻ്റെ വലതുവശത്തുള്ള ആൾക്കല്ലേ നോൺ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആർക്കാന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി എക്സ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആർക്കാ? എക്സ്. പിന്നെ മെറ്റലോയിഡ് ആയിട്ടുള്ള സെഡ്, അതിനുശേഷമായിരിക്കും മെറ്റൽ ആയിട്ടുള്ള വൈ വരിക. XZ Y എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ അല്ലേ? ഈ ലോജിക്കാണ് വേണ്ടത്. ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ള ലോജിക്ക് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്മുടെ ആൻസർ ഏതായിരിക്കും വരിക? വാട്ട് വിൽ ബി അവർ റൈറ്റ് ആൻസർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ? ഏതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ആൻസർ ഓപ്ഷൻ ഈസ് നത്തിങ് ബട്ട് സി. എക്സാക്ട്ലി കറക്റ്റ് ആണ്. ഇതാ വളരെയധികം ശരിയാണ്, ഒരു തെറ്റ് പോലും പറയാനില്ല. അടുത്ത 2-3 ചോദ്യങ്ങളോടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ പീരിയോഡിക് ടേബിൾ അങ്ങ് തീരാനായി. ഇതാ അടുത്ത ചോദ്യം പിടിച്ചോ. ഒന്നും നോക്കാനില്ല, സമയം കളയുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഹിയർ വി ഗോ. ഇതാ പിടിച്ചോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് അറേഞ്ച്മെന്റ് ദ ഓർഡർ ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടി? അങ്ങനെ നോക്കിയാൽ മതി. എബോവ് ആംഫോട്രിക് ഓക്സൈഡ്, എബോവ് ആംഫോട്രിക് അസിഡിക് ആൻഡ് ബിലോ ബേസിക്. അത് മതി. ഇതാ നോക്കിക്കടാ, ഈ തന്നിരിക്കുന്ന ലോജിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓർഡറിൽ ഒരെണ്ണം തെറ്റാണ്. അത് ഏതാണെന്നാ ചോദ്യം. ഏതാണ് തെറ്റായിട്ടുള്ള ഓർഡർ? ഏതാണ് നോക്കിയേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ കേസിൽ നെഗറ്റീവ് ചാർജ് കൂടിയ സൈസ് കൂടും, പോസിറ്റീവ് ചാർജ് കൂടിയ സൈസ് കുറയും. അപ്പോൾ ഈ ഓർഡർ ശരിയാണ്. ഫസ്റ്റ് അയണേഷൻ എന്താൽപ്പിൻ്റെ ആ ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെയാണ് പോയത് അല്ലേ? ഇതാണ് നൈട്രജൻ, ഇതാണ് ഓക്സിജൻ, ഇവിടെയാണ് കാർബൺ, ഇവിടെയാണ് ബോറോൺ. ഏറ്റവും കൂടുതൽ അയണേഷൻ എന്താൽപ്പി ആർക്കാണ് ഉണ്ടാവേണ്ടത്? നൈട്രജനാണ് ഏറ്റവും കൂടുതൽ അയണേഷൻ എന്താൽപ്പി ഉണ്ടാവേണ്ടത്. അതിനുശേഷമാണ് ഓക്സിജൻ. അപ്പോൾ ഈ ഭാഗം തെറ്റിപ്പോയി. ഇത് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി. ബാക്കിയുള്ളതെല്ലാം ശരിയാടാ. ഇവിടേക്ക് നോക്കിയാൽ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ ഓർഡർ ഫ്ലൂറിൻ താഴേക്ക്, ഏറ്റവും കൂടുതൽ ക്ലോറിനാണ്, അത് കഴിഞ്ഞ് ഫ്ലൂറിൻ, പിന്നെയാണ് ബ്രോമിൻ, ഐഡിയം വരിക. ഇന്റർ ഇലക്ട്രോൺ റിപ്പൾഷൻ്റെ കാര്യം. ഇവിടെ മെറ്റാലിക് റേഡിയസ് താഴേക്ക് വരുമ്പോൾ സൈസ് കൂടുന്നത്, ഇതെല്ലാം ശരിയാണ്. തെറ്റായിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ ഏതാ? ബി. അല്ലെങ്കിൽ
ഇൻകറക്റ്റ് റിലേഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഡയഗണൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സിമിലർ ചാർജ് ടു സൈസ് റേഷ്യോ ഉള്ളതുകൊണ്ട് ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുമെന്ന് അറിയാം. ഇതിനകത്ത് ഏതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാത്തത്? ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാത്തത് ആരാണ്? ഡയഗണൽ റിലേഷൻഷിപ്പിൻ്റെ റീസണൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്ത്? സിമിലർ ചാർജ് ടു സൈസ് റേഷ്യോ ആണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ആർക്കാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് എന്നാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്കറിയാം, നമുക്കത് ലിഥിയത്തിൻ്റെ വലതുവശത്ത് ഇവിടെയുള്ളത് ആരാ? മഗ്നീഷ്യമാണ്. ഓക്കെ, ബെർലിയത്തിൻ്റെ ഡയഗണൽ റിലേഷൻഷിപ്പ് അപ്പുറത്തുള്ള അലുമിനിയമായിട്ടാണ്. ബോറോൺ കാണിക്കുന്നത് സിലിക്കൺ വെച്ചിട്ടാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡയഗണൽ റിലേഷൻഷിപ്പ്. ഈ 3 ആൾക്കാരെ ഡയഗണൽ റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പറയാനുള്ളൂ. ഈ 3 നമുക്കുള്ളത്. കാർബൺ ഫോസ്ഫറസ് എന്നുള്ള കോമ്പിനേഷൻ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 12 അവർ കഴിഞ്ഞാൽ ലാസ്റ്റ് പാർട്ട് മിസ്സാവും. വേറെ തന്നെ അപ്ലോഡ് ചെയ്യാം ഡെഫിനറ്റ്ലി ചെയ്യാം. ഓക്കെ, എടാ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാർബൺ ഫോസ്ഫറസ് ഡയഗണൽ റിലേഷൻഷിപ്പ് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഇതൊരു ഫില്ലർ ഓപ്ഷനാണ്. ദാറ്റ് ഇസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. ഇതാ അടുത്തൊരു ചോദ്യം. ഏത് 2 എലമെൻറ്റുകളാണ് ഏറ്റവും വയലൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന പെയറുകൾ ഏതാണെന്ന ചോദ്യം. അതായത് 2 ആൾക്കാരെ എടുത്തു, ഹൈഡ്രജൻ ഓക്സിജൻ, ക്ലോറിൻ ഫ്ലൂറിൻ, മഗ്നീഷ്യം നൈട്രജൻ, സീസിയം ഫ്ലൂറിൻ. 2 ആൾക്കാരെ എടുത്തു. ആര് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. മോസ്റ്റ് വയലൻ്റ് റിയാക്ഷൻ ഇതിനകത്ത് ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ വയലൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ 2 ആളും 2 എക്സ്ട്രീമിലുള്ള ആൾക്കാരായിരിക്കണം അല്ലേ? ഏറ്റവും ബെസ്റ്റ് മെറ്റലും ഏറ്റവും ബെസ്റ്റ് നോൺ മെറ്റലും, ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആളും ഏറ്റവും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ ആളും അല്ലേ? അയണൈസേഷൻ എന്താൽപ്പി ഏറ്റവും കുറഞ്ഞ ആളും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വാങ്ങാൻ ഏറ്റവും താല്പര്യമുള്ള ആളും. ആ പെയർ ഏതാന്ന് നോക്കിയാൽ പോരെ. ഏത് രീതി നിങ്ങൾ ആലോചിച്ചാലും വേണ്ടില്ല, ആൻസർ ഏതെത്തും? ആൻസർ ഓപ്ഷൻ ഡിയിലേക്കാണ് നിങ്ങൾ എത്തുക. എങ്ങനെ വേണമെങ്കിലും ആലോചിച്ചോ. ബെസ്റ്റ് മെറ്റൽ ആൻഡ് ബെസ്റ്റ് നോൺ മെറ്റൽ, മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ്, മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആലോചിക്കാം. 2 എക്സ്ട്രീം പോളിലുള്ള ആൾക്കാരാണ്, 2 എക്സ്ട്രീം എൻഡിലുള്ള ആൾക്കാരാണ്. അവർ റിയാക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവുക. ആൻഡ് അവർ ആൻസർ ഈസ് നത്തിങ് ബട്ട് ഓപ്ഷൻ ഡി. കഴിഞ്ഞില്ലേ? എടാ, ഇതോടുകൂടെ നമ്മൾ പീരിയോഡിക് ടേബിളിലെ മെജോറിറ്റി ചോദ്യങ്ങളും, അതായത് ഏറെക്കുറെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ തരം ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓർഗാനിക്കിൽ ഒരു ചാപ്റ്റർ ബാക്കിയുണ്ട്. അതുമാത്രമാണ് നിങ്ങൾ ഓർഗാനിക്കിൽ വിട്ടുപോയത്. ആ ചാപ്റ്ററിൻ്റെ പേര് അമൈൻസ്. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് അമൈൻസിലെ ചോദ്യം കൂടി എടുത്താലോ? ഷാൽ വി ടേക്ക് അപ്പ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് അമൈനിലെ ചോദ്യങ്ങൾ എടുത്താലോ? നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് നേരെ അമൈൻസിലെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് എടുത്തു നോക്കിയാലോ? ഷാൽ വി ടേക്ക് അപ്പ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം അമൈൻസിലെ ചോദ്യങ്ങൾ നമുക്ക് എടുത്തു നോക്കിയാലോ? ഇതാ പിടിച്ചോ, അമൈൻസിലെ ചോദ്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഇതാ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇതാ പിടിച്ചോ, അമൈൻസിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യം നോക്കുക, ആൻസർ പറയാം. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ചോദ്യം നോക്കുക, ആൻസർ പറയാം. നോക്കിക്കടാ, നോക്കിയേ, ഇതൊരു ഒരു ജിപ്മർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ഫീനോൾ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു NH2 ഗ്രൂപ്പ് ഉണ്ട്. CH3COCl ആയിട്ട് ട്രീറ്റ് ചെയ്തു. നമുക്കിവിടെ എന്താണ് കിട്ടുക? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എന്താണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. വാട്ട് ഈസ് ദ റൈറ്റ് പ്രൊഡക്റ്റ്? ദേ ഞാൻ ഒന്ന് സൂം ചെയ്ത് വെച്ചേക്കാം. ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇവിടെ CH3COCl, നിങ്ങൾക്കിത് അറിയാവുന്നതാണ്. ഒരു അമൈനും ഒരു R-C ഡബിൾ ബോണ്ടോ Cl കൂടെ ചേർന്നാൽ ഈ 2 ഗ്രൂപ്പുകൾ ചേർന്ന ഒരു അമൈഡ് ഉണ്ടാക്കും. നിങ്ങൾക്കറിയാമല്ലോ, RNH C ഡബിൾ ബോണ്ടോ R- ഒരു അമൈഡ് ഉണ്ടാവും. അമൈഡ് നിങ്ങൾ നോക്കേണ്ട എന്താണെന്നറിയോ? ഇവിടുത്തെ അമൈഡ് ആരാ? നോക്കുക, ഈ NHലെ ഈ ഹൈഡ്രജൻ പോയി. നമുക്ക് ഞാൻ റിയാക്ഷൻ ഇവിടെ എഴുതാം. ഇവിടെ OH, ഇവിടെ NH, അവിടെ ഒരു COCH3, അമൈഡ് ഫോർമേഷൻ. അത്രേ ഉള്ളൂ. അതായത് ഈ കാണുന്ന വലിയ വലിയ റിയാക്ഷനൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. പലർക്കും ഇങ്ങനെ ഒരു പേടിയുണ്ട്, സാർ വലിയ റിയാക്ഷൻ ആണെങ്കിൽ അത് ഭയങ്കര പാടാണ്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഒരിക്കലും നിങ്ങൾ അവർ കുഴിക്കുന്ന കുഴിയിൽ വീഴരുത്. അവരങ്ങനെ പല വലിയ വലിയ കുഴികളും കുഴിച്ച് വെക്കും. വലിപ്പം കൂടിയ സ്ട്രക്ചറൊക്കെ തന്നെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കും. അതിലൊന്നൊരു കാര്യമില്ല. സ്ട്രക്ചറിലൊന്നും അല്ല കാര്യം, നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നോക്കുക, ഒരു അസൈൽ ഹലൈഡും അമൈനും ചേർന്നാൽ അമൈഡ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അമൈന് അസൈൽ ഹലൈഡ് ചേർന്നാൽ അമൈഡ്. ആൻസർ ഓപ്ഷൻ ഈസ് സിംപ്ലി എ. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? ദാ പിടിച്ചോ അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് അമൈൻ വിൽ ഗീവ് കാർബൈൽ അമൈൻ ടെസ്റ്റ്? കാർബൈൽ അമൈൻ ടെസ്റ്റ് തരുന്നത് ആരാണ്? നമുക്കറിയാം, കാർബൈൽ അമൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഫോർ പ്രൈമറി അമൈൻ ആണ്. ടെസ്റ്റ് ഫോർ പ്രൈമറി അമൈൻസ്. അപ്പോൾ നമ്മളിവിടെ ആകെ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന 4 ആൾക്കാരിൽ ആരാണ് പ്രൈമറി അമൈൻ എന്ന് നോക്കുക. കഴിഞ്ഞു.
ആരാണ് ഇവിടുത്തെ പ്രൈമറി അമൈൻ? ആരാണ് ഇവിടുത്തെ പ്രൈമറി അമൈൻ? നോക്കിക്കേ, ആരാണ് ഇവിടുത്തെ പ്രൈമറി അമൈൻ? ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള റിയാക്ഷനാണ് കാർബൈൽ അമൈൻ റിയാക്ഷൻ. ഇവിടുത്തെ പ്രൈമറി അമൈൻ ആരാന്ന് നോക്കിയാൽ മതി. നോക്കടാ, ഇതൊരു സെക്കൻഡറി അല്ല, ഇത് ടെർഷ്യറി അമൈനാണ്. നൈട്രജൻ്റെ മുകളിൽ 3 ഗ്രൂപ്പുകളുണ്ട്. ഇത് സെക്കൻഡറി അമൈനാണ്, ഇതും സെക്കൻഡറി അമൈനാണ്. അതേസമയം ഇതൊരു പ്രൈമറി അമൈനാണ്. ആൻസർ ഓപ്ഷൻ ഈ സി, പ്രൈമറി അമൈനെ സെലക്ട് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. അടുത്ത ചോദ്യം, സ്ട്രക്ചറിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ, ഇതൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. ഇതാ ഒരു ചോദ്യം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദിസ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ഓക്കെ, ഇതൊന്ന് നോക്കിക്കേ. നൈട്രേഷൻ ഓഫ് അനിലിൻ ഇൻ സ്ട്രോങ് അസിഡിക് മീഡിയം ഓൾസോ ഗീവ് മെറ്റാ നൈട്രോ അനിലിൻ. ആ പേഴ്സൻറ്റേജ് വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് നമ്മളിത് അനിലിൻ എടുക്കുന്നു, അതിനെ നമ്മൾ HNO3 H2SO4 നൈട്രേറ്റിംഗ് മിക്സറായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നമുക്കിത് NH2, ഇയാളുടെ കൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്നുള്ളത് ആലോചിക്കണേ. ഇവിടെ നമുക്കിത് പാരാ പൊസിഷനിൽ NO2 വരുന്നു അല്ലേ. അതുപോലെ നമുക്ക് വേറെ എന്താ കിട്ടുക? നമുക്കിത് മെറ്റാ പൊസിഷനിൽ NO2 വരും. അതുപോലെ നമുക്ക് ഓർത്തോ പൊസിഷനിലും NO2 വരും. നമുക്കങ്ങനെ 3 പ്രൊഡക്റ്റുകൾ കിട്ടും. അതിൻ്റെ പേഴ്സൻറ്റേജ് അടക്കം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പേഴ്സൻറ്റേജ് അപ്പോൾ ഇവിടെ പാരയുടെ എത്ര വരിക? പാര മെറ്റയുടെ 47%, ഇത് 2%, ഓർത്തോ 2% ആൻഡ് പാര 51%. പേഴ്സൻറ്റേജ് വാല്യൂ അടക്കം നിങ്ങൾ ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ മെറ്റാ പ്രൊഡക്റ്റ് വരുന്നത്? നോക്കുക, ഇതൊരു ബേസ് ആണ്, ഇതൊരു അസിഡിക് മീഡിയം ആണ്. ആസിഡും ബേസും ചേർന്നാൽ ന്യൂട്രലൈസേഷൻ നടക്കും. അപ്പോൾ എന്താ ഫോം ചെയ്യുക? അനിലിനിയം അയോൺ ഫോം ചെയ്യും. അനിലിനിയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് NH3+ ആവും, അനിലിനിയം അയോൺ. ഇയാളൊരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ദിസ് ഈസ് എ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ ഐഡിയ. സോ ഇവിടെ ഇൻ അസിഡിക് മീഡിയം അനിലിൻ ഈസ് പ്രസന്റ് ആസ് അനിലിനിയം അയോൺ. ആൻസർ ഓപ്ഷൻ ഏത് വരും? ഡി വരും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടൂലേ? എക്സാക്ട്ലി. ഇത് നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ആണ് ശ്രേയ. ദാ പിടിച്ചോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നാലോ? ക്യാൻ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിക്കുക, ഡയസോണിയം സോൾട്ട് ഇല്ലാതെ നിങ്ങൾക്കൊരു നീറ്റ് എക്സാം ഇല്ല. ദാറ്റ് മീൻസ് 100% ഗ്യാരണ്ടിയാണ് യു വിൽ ഗെറ്റ് 1 ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഡയസോണിയം സോൾട്ട്. ഡയസോണിയം സോൾട്ടിനെ ബേസ് ചെയ്ത് ഒരു ചോദ്യം വന്നിരിക്കും. ഡയസോണിയം സോൾട്ടിൻ്റെ എല്ലാ റിയാക്ഷൻസും നിങ്ങൾ അറിയും, നിങ്ങൾക്കത് അറിയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പക്ഷേ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു കാര്യമുണ്ട്, ഡയസോണിയം സോൾട്ടിൻ്റെ സ്റ്റെബിലിറ്റി. പലരും ഓർക്കാറില്ല. ഇതിനകത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരാണ്? അപ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതുകയാണ് ഇങ്ങനെ: അലിഫാറ്റിക് ഡയസോണിയം സോൾട്ട് ആൻഡ് അരോമാറ്റിക് ഡയസോണിയം സോൾട്ട്. ഏതായിരിക്കും ഇവിടുത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള ആളെന്നറിയോ? ഹൂ വിൽ ബി സ്റ്റേബിൾ ഔട്ട് ഓഫ് ദിസ്? ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ആളാരാ? ആരാണ് ഇവിടെ സ്റ്റേബിൾ? അതാരുമല്ല, നമ്മുടെ ഓപ്ഷൻ ബിയിലെ അരോമാറ്റിക് ബെൻസീൻ ഡയസോണിയം സോൾട്ട്. ശ്രദ്ധിക്കുക, അലിഫാറ്റിക് ഡയസോണിയം സോൾട്ട് അൺസ്റ്റേബിൾ. അവർ സ്റ്റേബിൾ അല്ല. അവരെന്ത് ചെയ്യുന്നറിയോ? അക്വസ് മീഡിയത്തിൽ അവർ കറസ്പോണ്ടിങ് ആൽക്കഹോളായി കൺവേർട്ട് ആവും. ഇയാൾ CH3 CH2OH ആയി മാറും. എല്ലാവരും കറസ്പോണ്ടിങ് ആൽക്കഹോളായി മാറും. ഓക്കെ, പക്ഷേ അരോമാറ്റിക് ഡയസോണിയം സോൾട്ട് സ്റ്റേബിളാണ്. അവർ സ്റ്റേബിളാണ്. എന്തുകൊണ്ട് സ്റ്റേബിളായി? സ്റ്റേബിൾ ഡ്യൂ ടു റെസൊണൻസ് ഉള്ളതുകൊണ്ട് അവർ സ്റ്റേബിളാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റെബിലിറ്റി കമ്പാരിസൺ ആൻസർ ഓപ്ഷൻ ഏതാ വരിക? നത്തിങ് ബട്ട് ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. അരോമാറ്റിക് amines are stable. അരോമാറ്റിക് ഡയസോണിയം സോൾട്ട്സ് ആർ സ്റ്റേബിൾ. അലിഫാറ്റിക് ഡയസോണിയം സോൾട്ട് അൺസ്റ്റേബിൾ ആണ്. അവർ നേരെ എന്തായി മാറും? ആൽക്കഹോളായി മാറും. അത് നമുക്ക് വേണ്ട. നമുക്കിവിടെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, 2016 ചോദിച്ച കമ്പാരിറ്റീവ്ലി ടഫായിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ചോദ്യം. നോക്കുക, ഒരു നൈട്രജൻ കണ്ടെയ്നിങ് അരോമാറ്റിക് കോമ്പൗണ്ട്. അവിടെ അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ട്, എ ആണത്. നൈട്രജനുള്ള ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ടിൻ ആൻഡ് HCl ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി. പിന്നെ HNO2 ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് കിട്ടി. ആ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആരാന്ന് നിങ്ങൾക്ക് വൈ നോട്ട് ഡിയോ? എടാ ഇവിടെ നോക്കടാ, ഡയസോണിയം ഗ്രൂപ്പ് ഡയറക്ട്ലി ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ അല്ലടാ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അത് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ? ഡയറക്ട്ലി ബെൻസീൻ റിങ്ങിൻ്റെ ആയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് റെസൊണൻസ് സ്റ്റെബിലിറ്റി കിട്ടുക കേട്ടോ. ഓക്കെ അസ്ന, ഇവിടെ ബെൻസീൻ റിങ് ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഡയസോണിയം സോൾട്ട് ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് അല്ല, വേറെ എവിടെയോ ആണ്. അതുകൊണ്ട് കാര്യമില്ല. ഇതാ ഇവിടെ നോക്കുക, നൈട്രജൻ കണ്ടെയ്നിങ് അരോമാറ്റിക് കോമ്പൗണ്ട് ടിൻ ആൻഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്തു. പിന്നെ HNO2 ആയിട്ട് റിയാക്ട് ചെയ്തു. അൺസ്റ്റേബിൾ. HNO2 എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതെന്താ. HNO2 എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്ത്? ഡയസോണിയം സോൾട്ട്. അയാൾ അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾ ഡയസോണിയം സോൾട്ട് ആവാനാണ് വഴി. ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഫീനോൾ
ഫോം എ ബ്യൂട്ടിഫുള്ളി കളേർഡ് കോമ്പൗണ്ട് സി. ഏത്? പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ ഡൈ. സി കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് എ ആരാന്ന ചോദ്യം. എടാ എല്ലാവർക്കും ആൻസർ ഇവിടെ കിട്ടുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നൈട്രോബെൻസീൻ ആണ്. ഓക്കെ, റിയാക്ഷൻ ഞാൻ മഞ്ഞ കളറിൽ എഴുതാം. സോ മഞ്ഞ ബൾബുകൾ. ഇയാളാണ് നമ്മുടെ റിയാക്ടൻ്റ്, ഇയാളാണ് നമ്മുടെ എ എന്ന് പറയുന്ന ആള്. ഇയാളെ ഞാൻ SN ആൻഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്തു. ഏത്? ടിൻ ആൻഡ് HCl. നമുക്ക് എന്താ കിട്ടുക? റിഡക്ഷൻ നടന്ന ശേഷം NH2 അനിലിനും കിട്ടും. ഇയാളെ ഞാൻ HNO2 ആയിട്ട് റിയാക്ട് ചെയ്തു. HNO2 എന്നോ NaNO2 ആൻഡ് HCl എന്ന് പറഞ്ഞാലോ രണ്ടും ഒരേ മീനിങ് ആണ്. ഇവഞ്ച്വലി നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ഡയസോണിയം സോൾട്ട് അല്ലേ? ഡയസോണിയം സോൾട്ട് കിട്ടും. ഡയസോണിയം സോൾട്ടിനെ ഫീനോളുമായിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഡയസോണിയം സോൾട്ടിനെ ഫീനോളുമായിട്ട് ട്രീറ്റ് ചെയ്താൽ കപ്ലിംഗ് റിയാക്ഷൻ അല്ലേ നടക്കുക? കപ്ലിംഗ് റിയാക്ഷൻ നടന്നാൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക. യു വിൽ ഗെറ്റ് പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരിക, ഫൈനൽ പ്രൊഡക്റ്റ്. ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ചോദ്യം സ്റ്റാർട്ടിങ്ങിലുള്ള എ ആരാന്നുള്ളതാണ് ചോദ്യം. എ ആരാ? നൈട്രോബെൻസീൻ. ആൻസർ ഓപ്ഷൻ ഈസ് ബി. കഴിഞ്ഞില്ല, അടുത്ത ചോദ്യം നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. ദാ പിടിച്ചോ. ഞാൻ പറഞ്ഞു ഡയസോണിയം സോൾട്ട് ഇല്ലാതെ ഒരു എക്സാം നിങ്ങൾക്ക് നടക്കില്ല. ഡയസോണിയം സോൾട്ട് ബേസ് ചെയ്ത് ഒരു ചോദ്യം 100% ഗ്യാരണ്ടീഡ് ആണ്, 100% ഗ്യാരണ്ടി. നോക്കിയേ, anilin is treated with bromine water to give an organic compound X. Which one treated with NaNO2 and HCl at 0 degrees Celsius gives water soluble compound Y? Compound Y on treatment with the Cu2 Cl2 and HCl gives compound Z. Z എന്താണ്? ഞാൻ പറഞ്ഞു ഈ കാണുന്ന റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ഇതും സിമിലർ ആയിട്ടൊരു കേസാണ്. അനിലിനാണ് നമ്മൾ ആദ്യമേ എടുക്കുന്നത്, അനിലിൻ. ഓക്കെ, ഞാൻ ഇതും ബ്ലൂ കളറിൽ എഴുതാം, നീല. ഓക്കെ, അനിലിൻ നമ്മൾ എടുക്കുന്നു. അനിലിനെ ബ്രോമിൻ വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ബ്രോമിൻ വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്ന അറിയോ? ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ NH2, എല്ലാ ഓർത്തോ പാരാ ലൊക്കേഷനിലും ബ്രോമിൻ വരും. എല്ലാ ഓർത്തോ പാരാ ലൊക്കേഷനിലും ബ്രോമിൻ വന്നു. കഴിഞ്ഞില്ല, ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, വൈറ്റ് PPT. ഇത് നിങ്ങൾ ഓർത്തിരിക്കണേ. ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്, ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റാണ്. ഇതേ റിയാക്ഷൻ കൊടുക്കുന്ന മറ്റൊരാളാണ് ആരെന്നറിയോ? ഇതേ റിയാക്ഷൻ കൊടുക്കുന്ന മറ്റൊരാളാണ് ഫീനോൾ. ഫീനോളും ഇവിടെ OH ആയാലും ഇതേപോലെ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ആ കാര്യം ഓർത്തിരിക്കണേ. ഫീനോളും അനിലിനും രണ്ട് കേസിൽ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയേ. ഇയാൾ ഞാൻ NaNO2 and HCl ആയിട്ട് ട്രീറ്റ് ചെയ്തത് ഡയസോണിയം സോൾട്ടിൻ്റെ ഫോർമേഷൻ അല്ലേ? സോ NaNO2 and HCl നമുക്ക് എന്താ കിട്ടുക? ഇവിടെ NH2 ഗ്രൂപ്പ് എന്തായി മാറും? ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു N2Cl. ബാക്കിയുള്ള ബ്രോമിനൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഒരു റിയാക്ഷൻ പറയുന്നുണ്ട്. ഇതേതാ റിയാക്ഷൻ എന്ന് പറയാമോ? ഇതാണ് 0 ഡിഗ്രിയിൽ നമ്മൾ നടത്തുന്നത് കേട്ടോ. ദിസ് ഈസ് ഹാപ്പനിങ്. ഡയസോണിയം സോൾട്ടിൻ്റെ എല്ലാ റിയാക്ഷനും ലോ ടെമ്പറേച്ചറിലാണ് നടക്കുക. ഡയസോണിയം സോൾട്ടിൻ്റെ എല്ലാ റിയാക്ഷനും ലോ ടെമ്പറേച്ചറിലാണ് നടക്കുക. നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടി. ഇനി ഇതാണ് നമ്മുടെ വാട്ടർ സൊലുബിൾ. വാട്ടർ സൊലുബിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സോൾട്ട് ആയതുകൊണ്ടാണ്. ഈ വൈനെ Cu2 Cl2 and HCl ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇത് ഏതാ റിയാക്ഷൻ എന്ന് പറയാമോ? Cu2 Cl2 and HCl. ലൈവ് കട്ടായാൽ പുതിയ ലിങ്ക് ഇടാൻ പറയണം. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ ആണ് അനാമിക. നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. യെസ്, കമോൺ. പറയാമോ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാമോ? കമോൺ, ഫാസ്റ്റ്. ഹബീബി വെൽക്കം ടു ദുബായ് ഇടാം. ഓക്കെ, പറഞ്ഞേ. ഇതേതാ റിയാക്ഷൻ? ഇത് റിയാക്ഷൻ ഏതാന്ന് പറയാമോ? എടാ ഇതെന്ത് റിയാക്ഷൻ? ഇത് Cu2 Cl2 and HCl. ഇത് ഏത് റിയാക്ഷൻ? എക്സാക്ട്ലി സാൻമേയർ റിയാക്ഷൻ. നോക്കടാ, സാൻമേയർ ഗട്ടർമാൻ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ N2Cl പോയിട്ട് അവിടെ ക്ലോറിൻ വരും, ബാക്കിയുള്ള ബ്രോമിനൊക്കെ അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. സാൻമേയർ റിയാക്ഷൻ നടക്കുന്നത്, ബാക്കി ബ്രോമിന് മാറ്റമൊന്നുമില്ല എന്ന് മാത്രം ശ്രദ്ധിക്കുക. സാൻമേയർ റിയാക്ഷൻ NCERT-ൽ അമൈൻസിലും പറയുന്നുണ്ട്, ഹാലോ ആൽക്കയിലും പറയുന്നുണ്ട്. രണ്ടിടത്ത് പറയുന്ന റിയാക്ഷനാണ് സാൻമേയർ, അതുപോലെ ഗട്ടർമാനും. അതുകൊണ്ട് തന്നെ എനിത്തിങ് ദാറ്റ് റിപ്പീറ്റഡ് ഇൻ NCERT ഈസ് ഹെവി വെയിറ്റേജ്. സാൻമേയറും ഗട്ടർമാനും ഹെവി വെയിറ്റേജ് ആണ്. ഓക്കെ, യെസ്. ലവ് ഫ്രം സൈലം ചിത്ര. യെസ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതായിരിക്കും വരിക എന്ന് പറയാമോ? വിച്ച് വിൽ ബി ദ കറക്റ്റ് ആൻസർ? നല്ല ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആരാണെന്ന് പറയാമോ? ആരാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയാമോ? വിച്ച് വിൽ ബി ദ റൈറ്റ് ആൻസർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ? ഏതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം? പറയാമോ? ഏതായിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ 3 അല്ലേ? 2,4,6 ട്രൈബ്രോമോ ക്ലോറോബെൻസിൻ. അതായിരിക്കും നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാ പിടിച്ചോ. ദ റിയേജന്റ് ദാറ്റ് ഈസ് യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെക്കൻഡറി ആൻഡ് ടെർഷറി. സെക്കൻഡറി ടെർഷറി മാത്രമല്ല, പ്രൈമറിനെയും തിരിച്ചറിയാൻ നമുക്കിത് യൂസ് ചെയ്യാം.
ആൻസർ പറയാമോ? വേഗം വേഗം പോരട്ടെ. നമ്മളിപ്പോൾ ഓൾറെഡി ഇത് 6 7ാമത്തെ ചോദ്യം, 2 3 ചോദ്യം കൂടെ നമുക്ക് എടുക്കാൻ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോക്കിയോ, സമയം കുറേ ആയി, നിങ്ങൾക്ക് ഒരു റെസ്റ്റ് വേണമെന്ന് എനിക്കറിയാം, അധിക സമയം നമ്മൾ എടുക്കില്ല. ഓക്കെ, ഇതാ പിടിച്ചടാ. ദ റിയേജന്റ് ദാറ്റ് ഈസ് യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെക്കൻഡറി ആൻഡ് ടെർഷറി. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? വിച്ച് വൺ വിൽ ബി ദ റൈറ്റ് ആൻസർ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നോക്കുക, ഹിൻസ്ബർഗ് റിയേജന്റിനെ പറ്റിയാണ് പറയുന്നത്. ഹിൻസ്ബർഗ് റിയേജന്റ് ഒന്നെങ്കിൽ പാരാറ്റോളുവിൻ സൾഫണൈൽ ക്ലോറൈഡോ അല്ല എങ്കിൽ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡോ, രണ്ടും എടുക്കാം. ഓക്കെ, ഇതിനകത്ത് രണ്ടും എടുക്കാം, ഹിൻസ്ബർഗ് റിയേജന്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ. രണ്ടും എടുക്കാം, രണ്ടും ഓക്കെ ആണ്. ശ്രദ്ധിക്കുക, ഹിൻസ്ബർഗ് റിയേജന്റ് ഞാൻ തൽക്കാലം HR എന്ന് എഴുതാണ്. ഏത്? എൻ്റെ പേര് തന്നെ. ഓക്കെ, HR. ഈ ഹിൻസ്ബർഗ് റിയേജന്റായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം നിങ്ങളോട് ശ്രദ്ധിച്ച് ഓർത്ത് വെക്കുക. പ്രൈമറി അമൈൻ ആണെന്ന് ഇരിക്കട്ടെ, ഒരു പ്രൈമറി അമൈൻ ആണെങ്കിൽ HR-മായി റിയാക്ട് ചെയ്താൽ അയാൾ എന്ത് ചെയ്യും? അയാൾ ഒരു സോൾട്ട് തരും, സോൾട്ട് അല്ല, ഇയാൾ തരുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്, പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ഇൻ ആൽക്കലി. ഓക്കെ, സെക്കൻഡറി അമൈൻ ആണെങ്കിലോ, സെക്കൻഡറി അമൈൻ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്താൽ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും, ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി. ഇതൊക്കെ നിങ്ങൾ അറിയണേ, ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി. അതേസമയം ടെർഷറി അമൈൻ ആണെങ്കിലോ അയാൾക്ക് ഹിൻസ്ബർഗ് റിയേജന്റുമായി ഒരു റിയാക്ഷനും ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എക്സാക്ട്ലി, പ്രൈമറി എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുക, അതുകൊണ്ട് ആൽക്കലിയിൽ ഡിസോൾവ് ആവും. സെക്കൻഡറി അമൈൻ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കും, പക്ഷേ അത് ആൽക്കലിയിൽ ഡിസോൾവ് ആകില്ല. യെസ്, അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. എക്സാക്ട്ലി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്ത ചോദ്യം നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. ഒരു വലിയ ചോദ്യമായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, പക്ഷെ പേടിക്കാനൊന്നുമില്ല. നത്തിങ് ടു വറി അബൌട്ട്. ഈ ചോദ്യം നോക്കുക, പേടിക്കാനൊന്നുമില്ല, വലിപ്പത്തിൽ മാത്രമേ ഉള്ളൂ ചോദ്യങ്ങൾ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇവിടെ നോക്കിയേ, NaNO2HCl 0 to 5 ഡിഗ്രി സെൽഷ്യസ്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. 0 to 5 ഡിഗ്രി സെൽഷ്യസ് കൊടുത്താൽ എക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് ഈസ് നത്തിങ് ബട്ട് ഡയസോണിയം സോൾട്ട്. അതിനാർക്കും ഒരു ഡൗട്ടും ഇല്ല, N2Cl. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നൈട്രോബെൻസീൻ അല്ല, ഡയസോണിയം സോൾട്ട് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കേസ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഒഴിവാക്കാം. ഇനി ഇതാണ് ചോദ്യം, ഡയസോണിയം സോൾട്ടിനെ ഫീനോൾ ആക്കാൻ എന്ത് ചെയ്യണം? അതായത് ഈ N2Cl ഗ്രൂപ്പ് പോയി ഇവിടെ OH വരണം, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ ആൽക്കലിയും വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യാന്നാണ്, ആൽക്കലിയും വാട്ടറും. 4ാമത്തെ ഓപ്ഷൻ വാട്ടർ ജസ്റ്റ് വാം ചെയ്യാന്ന് പറയുന്നത്. ഏതാണ് കറക്റ്റ്? വാട്ടറും NaOH വേണോ അതോ വാട്ടറും വാമിങ്ങും മതിയോ? ഏതാണ് കറക്റ്റ്? നോക്കുക, ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെയാണ് ആൾക്കാർ തെറ്റിക്കുക. H2O എന്ന് കണ്ടു, ഇവിടെ H2O എന്നുണ്ട്, പക്ഷേ പലരും ഇത് ശ്രദ്ധിക്കില്ല. ജസ്റ്റ് സിംപ്ലി എന്ത് ചെയ്യും? സിംപ്ലി പോയിട്ട് ഇതങ്ങ് മാർക്ക്, സാർ H2O ഉണ്ടല്ലോ. അങ്ങനെയല്ല, നിങ്ങൾ ആൻസർ മാർക്കുന്ന സമയത്ത് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാൻ എല്ലാ ഓപ്ഷനിൽ കൂടെ ഒന്ന് പോയി നോക്കുക. NaOHൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, ഇവിടെ നമുക്ക് ജസ്റ്റ് വാമിംഗ് വിത്ത് വാട്ടർ ആണ് ആവശ്യം. ആൻസർ ഓപ്ഷൻ ഈസ് ഡി. വാം വിത്ത് വാട്ടർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻസർ ഈസ് ഡി. ഇതാ പിടിച്ചോ. അടുത്തത് ഏതാണ് ഇതിനകത്ത് അമോണോളിസിസിന്റെ എക്സാമ്പിൾ? എക്സാക്ട്ലി, വാം വിത്ത് വാട്ടർ ആണ്. വെരി ഗുഡ്. ഈ ചോദ്യം നോക്കടാ, ഏതാണ് അമോണോളിസിസിന്റെ എക്സാമ്പിൾ? അമോണോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അമോണോളിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കൈൽ ഹലൈഡ് എടുക്കുക, അമോണിയായിട്ട് ട്രീറ്റ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രൈമറി അമൈൻ കിട്ടും. പിന്നീട് അത് സെക്കൻഡറി അമൈനായി മാറും, പിന്നീട് അത് ടെർഷറി അമൈനായി മാറും, പിന്നീട് അത് ക്വാട്ടേർണറി അമോണിയം സോൾട്ടായി മാറും. ഇതാണ് നമ്മുടെ എന്ത്? അമോണോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, തന്നിരിക്കുന്ന റിയാക്ഷനിൽ ഏതാണ് അമോണോളിസിസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അമോണോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അമോണിയായിട്ടുള്ള ട്രീറ്റ്മെന്റ്. ആൻസർ ഓപ്ഷൻ ഏത് വരും? ആൻസർ ഓപ്ഷൻ ഈസ് നത്തിങ് ബട്ട് സി. പക്ഷെ ഓർക്കുക, ഈ മെത്തേഡ് ഒരു അമൈൻ പ്രിപ്പയർ ചെയ്യാനുള്ള സൂട്ടബിൾ മെത്തേഡ് അല്ല. കാരണം നമുക്കിവിടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി എല്ലാത്തിനും കൂടെ മിക്സറായി കിട്ടുക. അതുകൊണ്ട് തന്നെ ഇതൊരു സ്യൂട്ടബിൾ മെത്തേഡ് അല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർത്തോ മെറ്റാ പാരയുടെ പേഴ്സൻറ്റേജ് ഓർമ്മയില്ലേ? അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം. നോക്കുക, നമുക്കറിയാം ഓർത്തോ എന്ന് പറയുന്നത് 2%, മെറ്റ എന്ന് പറയുന്നത് 47%, ആൻഡ് പാര എന്ന് പറയുന്നത് 51%. ഇവിടെ ചോദ്യം ഇതാണ്, ഓർഡർ എത്രയാണ്, അല്ലെങ്കിൽ എ ആണോ ബി ആണോ സി ആണോ, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നുള്ള ചോദ്യം മാത്രമാണ്. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഏതായിരിക്കും വരിക? വാട്ട് വിൽ ബി യുവർ കറക്റ്റ് ആൻസർ? ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? വേഗം വേഗം പറയാമോ? ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? വേഗം വേഗം പറഞ്ഞേ. ഏറ്റവും കൂടുതൽ സി ആണ്, പിന്നെ ബി, പിന്നെ എ. ആൻസർ ഓപ്ഷൻ ഏതാ?
ആൻസർ ഓപ്ഷൻ ഈ CBA. ആൻസർ ഓപ്ഷൻ C ഈസ് റൈറ്റ് ആൻസർ അല്ലേ? വെരി ഗുഡ്. ഓക്കെ, എടാ വലിയ വലിയ ഫിഗർ കാണുമ്പോൾ പേടിക്കുന്നവർക്ക് ഞാൻ മറ്റൊരു ചോദ്യം കൊണ്ടുവരുവാണേ. മറ്റൊരു ചോദ്യം, വലിയ വലിയ ഫിഗർ കാണുമ്പോൾ പേടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. ചോദ്യം. ഓക്കെ, വലിയ വലിയ ഫിഗർ കാണുമ്പോൾ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് വരാം, വന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ചോദ്യം ഇതാണേ, ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതിനകത്തൊരു അമൈനുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് നോക്കി, NaNO2 and HCl ആയിട്ട് ട്രീറ്റ് ചെയ്തു, ഹൈഡ്രോളൈസ് ചെയ്തു. എന്താണ് പ്രൊഡക്റ്റ് വരിക? എന്താണ് പ്രൊഡക്റ്റ് വരിക എന്നുള്ളത് മാത്രമാണ് ചോദ്യം. അപ്പോൾ പലരും വിചാരിക്കുക, നമുക്കറിയാം NaNO2 HCl പ്രത്യേകത എന്താ? അയാൾ എന്തായി മാറും? അയാൾ നേരെ ഈ സാധനം വരയ്ക്കണമെങ്കിൽ വലിയ മെനക്കേടാണല്ലോ. ഇതാണ് സാധനം തോന്നുന്നു. ഓക്കെ, ഈ സാധനം ഇവിടെ CH3 ഉണ്ട്. ഈ NH2 എന്തായി മാറും? NH2 വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു N2Cl, ഡയസോണിയം സോൾട്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? അരോമാറ്റിക് അല്ലാത്ത ഡയസോണിയം സോൾട്ടുകൾ അൺസ്റ്റേബിളാണ്. അരോമാറ്റിക് അല്ലാത്ത ഡയസോണിയം സോൾട്ടുകൾ അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇയാൾ എന്തായി മാറും എന്ന് പറഞ്ഞേ? ആ ഗ്രൂപ്പ് അവിടെ നിന്ന് പോയിട്ട് അയാൾ എന്തായി മാറും? OH ആയി മാറും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും ഭാഗം ഈ സ്ട്രക്ചർ അതെന്തിനാ? അത് വെറുതെ പറ്റിക്കാനാണ്. അപ്പോൾ പലരും സ്ട്രക്ചർ കണ്ട് പേടിക്കുന്നവരുണ്ട്. ഒരു കാര്യം, സ്ട്രക്ചർ കണ്ട് പേടിക്കാനില്ല, സ്ട്രക്ചർ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ D ആയിരിക്കും ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ചോദ്യം കൂടി എടുത്താലോ? വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്താലോ? വി വിൽ മൂവ് ഓൺ ടു അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതോടുകൂടെ നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. ഈ വർഷത്തെ അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമിക് ഇയർ തീർന്ന് നമ്മൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ നിങ്ങൾക്കായി തരുന്ന അവസാനത്തെ ചോദ്യം, കെമിസ്ട്രിയിലെ അവസാനത്തെ ചോദ്യം. ഇതാ പിടിച്ചോ. വലിയ വലിയ ചോദ്യമാണെന്ന് സ്ട്രക്ചർ കണ്ട് പേടിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ റിയാക്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? 9 PM തീർക്കുമോ? യെസ്, വൈ നോട്ട്. ഈ റിയാക്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ആൽക്കൈൽ ഹലൈഡ് നോക്കിയേ, താലിമൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, പൊട്ടാസ്യം താലിമൈഡായി കൊടുത്തേക്കുന്നത്. ഇതെന്ത് റിയാക്ഷനാന്ന് പറഞ്ഞേ? വാട്ട് ഈസ് ദിസ് റിയാക്ഷൻ? ഇതെന്ത് റിയാക്ഷനാണ്? വാട്ട് ഈസ് ദിസ് റിയാക്ഷൻ? ഓക്കെ, അവസാനമൊന്നും ഇല്ലടാ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് തുടക്കം മാത്രം, നമ്മുടെ ലൈഫിലെ ജസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മളെല്ലാവരും. നോ ഇഷ്യൂസ്, കമോൺ നോക്കടാ. യെസ്, ഇതെന്ത് റിയാക്ഷനാ? ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ആണ് അല്ലേ? ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. അപ്പം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ആൽക്കൈൽ ഹലൈഡിലെ ഹാലജനെ മാറ്റുക, അവിടെ NH2 വരിക, പരിപാടി കഴിഞ്ഞു അല്ലേ? ആൽക്കൈൽ ഹലൈഡിലെ ഈ ഹാലജന് പകരം ആര് വരണം? NH2 വരണം. അതേതാ ആൻസർ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഫിഗറിലൊന്നും വലിയ കാര്യമില്ല. ആൻസർ ഓപ്ഷൻ ഏതാ വരിക? D. ആൻസർ ഓപ്ഷൻ D ആ വരിക. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ആണ്. ഇവിടുത്തെ ഹാലജൻ പോയോടെ ആര് വരും? NH2 വരും. അത്രേ ഉള്ളൂ. ഈ ഫിഗറൊക്കെ നിങ്ങളെ കാണിച്ച് പേടിപ്പിക്കുന്നത് മാത്രം, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ മക്കളെ, നമ്മുടെ ഈ ഒരു കെമിസ്ട്രി ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 9 മണിക്കുള്ളിൽ തീർക്കണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് 9 മണിക്കുള്ളിൽ നമ്മൾ തീർക്കുകയാണ്. ടെൻഷൻ മാനേജ് ചെയ്യാൻ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, കുറേ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 99% കാര്യങ്ങളും പഠിച്ചു. പക്ഷെ നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മളെപ്പോഴും നമ്മൾ പഠിക്കാത്ത ആ 1% പറ്റി നമ്മൾ ടെൻഷൻ അടിക്കുന്നു. ആ 1% ചിലപ്പോൾ ചോദിക്കുകൂടിയില്ല. ഓക്കെ, ആ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കുകയില്ല. നിങ്ങൾ 99% ടോപ്പിക്കുകളും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ 99% ടോപ്പിക്കുകളും പഠിച്ചു, നിങ്ങൾ ഓൾറെഡി സെറ്റാണ്. പക്ഷേ ടെൻഷനും സാച്ചുറേഷൻ പോയിന്റും എത്തുന്ന സമയത്ത് നമ്മളെപ്പോഴും ആലോചിക്കുക ആ അവസാനത്തെ 1% പറ്റിയാണ്. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യണ്ട. നിങ്ങൾ 99% കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ ആ 99%ത്തിൽ നിന്ന് 100% ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിയാൽ നിങ്ങളുടെ ആൻസറായി, നിങ്ങൾക്ക് റാങ്കായി, നിങ്ങൾക്ക് വേണ്ടത്രയും സ്കോർ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൽ നിന്നും കിട്ടും. നിങ്ങളൊന്നും പേടിക്കാനില്ല. ഇനി ചിലർ വിചാരിക്കും, സാർ എക്സാം ടഫായാലോ? ശ്രദ്ധിക്കുക, എക്സാം ടഫായാൽ അതെല്ലാവർക്കും ടഫാണ്, ഒരാൾക്ക് മാത്രമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കണ്ട. ടഫായാൽ എല്ലാവർക്കും ടഫാണ്. അപ്പോൾ എല്ലാവരെയും ഒരേ സ്കെയിലാണ് മെഷർ ചെയ്യുന്നത്. അതാലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നിടം വരെ, നിങ്ങൾ അവസാനത്തെ നിമിഷം എക്സാം ഹാളിലേക്ക് എത്തുന്നത് വരെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടിനും ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രിപ്പറേഷൻസും മോട്ടിവേഷൻസും സ്ട്രാറ്റജീസും എല്ലാം നിങ്ങൾക്ക് റെഡിയാണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ,
ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്തത് എന്താണെന്നറിയോ, നിങ്ങൾ ചില സമയത്ത് എടുത്തിയാടി ആൻസർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എടുത്തുചാട്ടം ഒഴിവാക്കിയാൽ നിങ്ങളുടെ മാർക്ക് ഒരു 30-40 പിന്നെ മുകളിലേക്ക് പോകും, നെഗറ്റീവ് മാർക്കിങ് കുറയും. ഒന്ന് കോൺഷ്യസ് ആയാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, വേറെ ഒന്നും അതിന് ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ചില്ലായിട്ട് എക്സാം എഴുതിയാൽ മതി. ഓക്കെ, അവസാന നിമിഷം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ബയോ കയ്യിൽ നിന്ന് പോയിട്ടില്ല, ഇതാണ് അക്ഷയ്. നമ്മൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ബോധേഡാവുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ എക്സാം എഴുതിക്കോ. ഓക്കെ, ഇക്വിലിബ്രിയം ആദ്യമാണ്, സ്റ്റാർട്ടിങ്ങിലാണേ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്താലോ. നാളെ നിങ്ങൾക്ക് ഇതുപോലെ ഫിസിക്സിൻ്റെ ലൈവ് ഉണ്ടാവും, എല്ലാ ടീച്ചേഴ്സ് നിങ്ങളെ അഡ്രസ്സ് ചെയ്യും. ഓക്കെ, അതുപോലെ നിങ്ങൾ എക്സാം ഹോളിൽ ശ്രദ്ധിക്കേണ്ട ചില സ്ട്രാറ്റജീസ് ഒക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ റിലാക്സ് ആവുന്ന സമയത്ത്. ഓക്കെ അല്ലേ? ഫിസിക്സ് നാളെയാണ് ഉണ്ടാവുക. ഫിസിക്സിൻ്റെ കംപ്ലീറ്റ് മാരത്തോൺ ലൈവ് നാളെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, യെസ്, എക്സാക്ട്ലി വിശ്വാസ്, അതാണ് ഞങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് മോട്ടിവേഷന് വേണ്ടി നിങ്ങളെയാണ്. ഓക്കെ, നിങ്ങളാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ, നിങ്ങളാണ് ഇനി വരുന്ന ജനറേഷൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ട് സൈലത്തിൻ്റെ ചരിത്രം എഴുതുന്നത് നിങ്ങളാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ സൈലത്തിൻ്റെ ചരിത്രം എഴുതാൻ കഴിവുള്ളവരും അതിന് കൂടുതൽ പങ്കാളിത്തം കൊടുക്കുന്നവരും നിങ്ങളാണ്. അപ്പോൾ ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുവാൻ നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്നുള്ള 100% വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷകളെല്ലാം നിങ്ങൾ നിറവേറ്റും. നിങ്ങൾ ഉഷാറായിട്ട് നീറ്റ് എക്സാം എഴുതും. നിങ്ങൾ എത്രയും മനോഹരമായ റാങ്കിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങളുടെ ഡ്രീം കോളേജിലേക്ക് നിങ്ങൾക്ക് എന്തായാലും എത്താൻ സാധിക്കും. യാതൊരു പേടിയും വേണ്ട, ഉഷാറായി എക്സാം എഴുതിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ? എടാ, നിങ്ങളുടെ കമൻറ്റുകളെല്ലാം മാക്സിമം ഉഷാറായിട്ട് നിങ്ങൾ ഈ ലൈവ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുക. അത് ഞങ്ങൾക്കുള്ള മോട്ടിവേഷനാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഉഷാറാക്കി നിങ്ങൾ എക്സാം എഴുതുക, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, റിലാക്സ് ആയിട്ടിരിക്കുക. റിലാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ടെൻഷൻ കൊണ്ടൊരു ഉപകാരവും ഇല്ല. ലീവ് ഇറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ, സീ യു അഗെയിൻ.